സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാവടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായിനി ഭവേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കഴിഞ്ഞ തവണ നാമബീജത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. എങ്ങനെയാണൊരു നാമത്തെ ബീജരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത്. ആ നാമം പിന്നീട് പതുക്കെ പതുക്കെ വളർന്ന് വലിയൊരു വൃക്ഷമായി വളർന്ന് വലുതായി നമുക്ക് മാത്രമല്ല സമൂഹത്തിനാകെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അനന്തര തലമുറയ്ക്ക് ഉൾപ്പെടെ ആ നാമം എങ്ങനെയാണൊരു തണലായി മാറുന്നത്, എങ്ങനെയാണ് ഒരു വൃക്ഷം ഫലം തരുന്നത് എന്ന പോലെ ഒരു വൃക്ഷം വളർന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം തരുന്നു എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് നമ്മുടെ ഉള്ളിലൊരു നാമബീജം നമ്മൾ തന്നെ നട്ടു വളർത്തി അത് വളർത്തിയെടുക്കുന്നത്. നാമബീജം വളർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക പരിലാളനകളൊന്നും വേണ്ട. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പറയും, വളർന്നു വരുമ്പോൾ ചെറിയ വിത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ തയ്യായിരിക്കുമ്പോൾ ചുറ്റും വേലി കെട്ടിയില്ലെങ്കിൽ ആടുമാടുകൾക്ക് തിന്നുകൾ. അപ്പോൾ നാമബീജം വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചുറ്റും നമ്മൾ വേലി കെട്ടണം. വേലി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ലൗകികമായ പ്രശ്നങ്ങൾ നമ്മളെ കൂടുതൽ ആക്രമിക്കാതിരിക്കാൻ, നമുക്ക് സുരക്ഷ ലഭിക്കാൻ വേണ്ടിയുള്ള തുടക്കത്തിൽ ഈ നാമം തുടങ്ങുന്ന സമയത്ത്, കാരണം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. ഈ നാമത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ പെട്ടെന്ന് എളുപ്പമാണ്. അപ്പം അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ നാമബീജം എങ്ങനെയാണ് ഒരാളിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. ദക്ഷിണാമൂർത്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. വി ദക്ഷിണാമൂർത്തി വലിയ സംഗീതജ്ഞനും സംഗീത സംവിധായകനുമൊക്കെ. ഈ ദക്ഷിണാമൂർത്തി വൈക്കത്തപ്പൻ്റെ വലിയ ഉപാസകനാണ്. വൈക്കത്തപ്പൻ സാക്ഷാത്കരിക്കപ്പെട്ട ആളാണ് ദക്ഷിണാമൂർത്തി, അത്രമേൽ ഉപാസകനാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നാവിൽ ഏത് സമയത്തും വൈക്കത്തപ്പ 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 എന്ന് മാത്രമേ വരുള്ളൂ. ആ നാമം മാത്രമേ വരുള്ളൂ. സംഗീത സംവിധാനം ചെയ്യാനിരുന്നാലും വൈക്കത്തപ്പ വൈക്കത്തപ്പ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ സംഗീതം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ തരുന്ന ഒരു ഗാനത്തിൻ്റെ കാര്യം. ഒരു കൊമേഴ്ഷ്യൽ ലെവലിലാണ് സിനിമ ഉണ്ടാകപ്പെടുന്നത്. അപ്പം കൊമേഴ്ഷ്യൽ ലെവലിൽ ഉണ്ടാകുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഗാനങ്ങളെ സംബന്ധിച്ച് അതിൻ്റേതായ ഒരു പ്രോസസ്സുണ്ട്. പക്ഷെ ദക്ഷിണാമൂർത്തിക്ക് അതൊന്നും ബാധകമല്ല. ദക്ഷിണാമൂർത്തി വൈക്കത്തപ്പ വൈക്കത്തപ്പ എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം അത് അനുഭവമുള്ളവർ പറയുന്നത്, അന്നത്തെ കാലത്ത് റെക്കോർഡിങ്ങിന് വേണ്ടി വരുമ്പോൾ റെക്കോർഡിങ് കൺസോളിൽ വന്ന് സംവിധായകൻ ഇരിക്കണം. നമ്മുടെ സംഗീത സംവിധായകൻ ഇരുന്നിട്ട് ശ്രുതിയെല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് ഇവരെ കൊണ്ട് പാടിക്കേണ്ടത്. പക്ഷെ ഇദ്ദേഹം ഈ ഗാനം രചിച്ചു തന്നത്, ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ആണെങ്കിലും വയലാറാണെങ്കിലും ആരെങ്കിലും എഴുതി കൊടുത്ത ആ ഗാനം ഇദ്ദേഹം കയ്യിലെടുത്തിട്ട് ഇദ്ദേഹം കൺസോളിലിരുന്ന് വൈക്കത്തപ്പ വൈക്കത്തപ്പ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതേ വരുന്നുള്ളൂ, അല്ലാതെ ഈ ഗാനമോ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല. അപ്പം ഇത് മാത്രമാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അങ്ങേര്, അത് ശ്രീകുമാരൻ തമ്പി തന്നെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഏറ്റവും മനോഹരമായ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം, ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്നുള്ള പാട്ട്. ശ്രീകുമാരൻ തമ്പി ഈ ഗാനം എഴുതി കൊടുത്തപ്പോൾ ഇദ്ദേഹം ഇത് നോക്കി, ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വൈക്കത്തപ്പ വൈക്കത്തപ്പ എന്നുള്ളത്. ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പം ശ്രീകുമാരൻ തമ്പി തന്നെ ചോദിച്ചു, അല്ല ഇത് പാട്ട് ശരിയാവണ്ടേ, നീ ഇതിന് വല്ല സംഗീതം നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഈ എഴുതി വച്ചിരിക്കുന്നതിന് നിനക്ക് വല്ല സംഗീതവും തോന്നുന്നുണ്ടോ?
അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പ്രത്യേകത, എഴുതുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു രാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എഴുതുക. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സംഗീതം വരും, ആ സംഗീതത്തിനനുസരിച്ചാണ് അദ്ദേഹം ഇത് എഴുതുക. അപ്പോൾ ശ്രീകുമാരൻ തമ്പി പറയും എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ട് എന്നാൽ അത് പറയാൻ പറഞ്ഞു. അപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി ഈ സെയിം രാഗം തന്നെയാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്. എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ, വൈക്കത്തപ്പ. ഇതാണ് രീതി. അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല ഇതുമായി. പക്ഷെ അദ്ദേഹം ചെയ്ത എല്ലാ ഗാനങ്ങളും, എല്ലാ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളും ഏറ്റവും ഇന്നും പ്രകീർത്തിക്കപ്പെടുന്ന ഗാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ നമുക്കറിയാം. ഒരു വല്ലാത്തൊരു സന്യാസ രൂപമാണ്. കുറിയൊക്കെ തൊട്ട് വളരെ 4 തലമുറയെ പാടിപ്പിച്ചു അദ്ദേഹം. യേശുദാസിൻ്റെ അച്ഛൻ യേശുദാസിൻ്റെ മകൻ്റെ മകൾ, 4 പേരെയാണ്, 4 തലമുറയെ ഗാനം പഠിപ്പിച്ച ആളാണ്. അചിന്ത്യമാണതൊക്കെ. മുഴുവൻ സമയവും വൈക്കത്തപ്പ എന്നുള്ള ചിന്ത, അതാണ് നാമബീജം ഉള്ളിൽ കയറിയാൽ ആ നാമബീജമാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ ആവശ്യമില്ല, ആ നാമബീജം എല്ലാം പ്രവർത്തിക്കുക. തൊട്ടു മുമ്പ് സ്വാമി അത് പറഞ്ഞു. നാമം, നമ്മൾ ഈശ്വരനെ ഏത് നാമമായാലും ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൊണ്ടു തരേണ്ടത് നാമത്തിൻ്റെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഉത്തരവാദിത്വമല്ല. അത് നാമമാണ് ചെയ്യുന്നത്. നമ്മളൊന്നിൻ്റെ പിന്നാലെ പോകണ്ട. നമ്മൾ എല്ലാത്തിൽ നിന്നും മാറി ഈ നാമത്തെ മാത്രം ആശ്രയിക്കുമ്പോൾ എല്ലാം നാമം തന്നെയാണ് കൊണ്ടുവരുന്നത്. വിവേകാനന്ദ സ്വാമിയൊക്കെ യുവാക്കളായിരിക്കുന്ന കാലത്ത് ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞതാണ്, മധുകരി എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. സന്യാസിയൊക്കെ ആകുന്നതിന് മുമ്പുള്ളൊരവസ്ഥയാണ്. അതായത് എല്ലായിടത്തും ചെന്ന് ഈ അന്നം നമ്മൾ ഭിക്ഷ ചോദിക്കുകയല്ല, ഭിക്ഷ മേടിക്കണം. ചോദിക്കാൻ പാടില്ല, ചെന്ന് നിൽക്കാനേ പാടുള്ളൂ. കിട്ടിയാൽ കിട്ടി. ഇതാണ് അവസ്ഥ. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് പറഞ്ഞത്, നീ ആരോടും ചോദിക്കരുത് ഭക്ഷണം. ഇനി അഥവാ ആരെങ്കിലും കൊണ്ട് തന്നാൽ വാങ്ങരുത്. ഇനി ആരെങ്കിലും നിർബന്ധിച്ചാൽ നീ ഓടിപ്പോണം. നരേന്ദ്രൻ വിചാരിച്ചു, അപ്പം പിന്നെ ഭക്ഷണം കഴിക്കൂല എന്നുള്ള തീരുമാനമാണല്ലോ. ചോദിക്കുന്നില്ല, ശരി, ചോദിക്കണ്ട, തന്നാൽ കഴിക്കാമല്ലോ. അത് പറ്റില്ല, തന്നാലും കഴിക്കാൻ പാടില്ല. പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് മാറിപ്പോണം. ഇനി അയാൾ നിർബന്ധിച്ച് പിറകെ വന്ന് പിടിച്ചു വലിച്ച് തീറ്റിച്ചാലോ, നീ ഓടിപ്പോക്കണം. എന്നിട്ടും നിന്നിൽ ഭക്ഷണം എത്തുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥം. അത് സംഭവിച്ചു. അങ്ങനെ ഈ പറഞ്ഞ എല്ലാം സംഭവിച്ചു. വിവേകാനന്ദ സ്വാമി ഭക്ഷണം വേണ്ട, നരേന്ദ്രൻ ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് ഓടി. അവസാനം പിടിച്ച് കെട്ടി, ആ പിറകെ വന്ന ആൾ പിടിച്ച് കെട്ടി ഭക്ഷണം കഴിപ്പിച്ചു, നിർബന്ധപൂർവ്വം. അത്രയും ഒരവസ്ഥയിലേക്ക് ഒരു നാമം നമ്മെ കൊണ്ടെത്തിക്കുന്നു. നമ്മൾ വേണ്ട എന്ന് പറയുന്നത് പോലും നാമത്തിനറിയാം എപ്പോഴാണ് നമുക്ക് വേണ്ടതെന്ന്. അതാണ് സ്വാമിജി നേരത്തെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത്, അമ്മയുടെ കാര്യം പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരമേ വേണ്ട, അവർ ഒരു കണക്കിനും ആഹാരം കഴിക്കില്ല, ഒരു പ്രത്യേക ഘട്ടത്തിൽ. അവർക്കിത് വേണ്ട, അവർക്ക് കളിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ നടന്നാൽ മതി. പക്ഷെ അമ്മയ്ക്കറിയാം ഇവന് എപ്പോഴൊക്കെ ആഹാരം വേണം. ആ സമയങ്ങളെല്ലാം പിടിച്ച് കെട്ടി അമ്മ ഭക്ഷണം അവന് കൊടുത്തിരിക്കും, ഇല്ലേ? അതല്ലേ ശരി. അമ്മമാർക്കറിയാം, അച്ഛന്മാർക്ക് അത്രയും പിടിയൊന്നുമില്ല. അമ്മമാർക്ക് അത് നന്നായിട്ടറിയാം. ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഭക്ഷണം ചോദിക്കുകയോ ഭക്ഷണം ആവശ്യപ്പെടുകയോ ഭക്ഷണം ഉള്ളിടത്ത് വരികയോ ചെയ്യില്ല. എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കില്ല. അവർക്ക് ഭക്ഷണം വേണ്ട. അല്ലാതെ സമയാസമയങ്ങളിൽ വന്ന് എനിക്ക് ഭക്ഷണം തരുമെന്ന് പറയുന്ന ഒരു കുഞ്ഞും ലോകത്തില്ല. പക്ഷേ ആ കുഞ്ഞിനെ ഓരോ സമയത്തും ബലമായി പിടിച്ചുകൊണ്ട് വന്ന് കൂടെ ഇരുത്തി നിർബന്ധിച്ച്, കഥയെങ്കിൽ കഥ, മറ്റു മന്ത്രമെങ്കിൽ മന്ത്രം, അല്ലെങ്കിൽ ഒരുപാട് ചെപ്പടി വിദ്യകൾ കാണിച്ച് അമ്മമാരെത്ര സമയം കൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ വായിലോട്ട് ഈ ഭക്ഷണം കുത്തിക്കെറ്റുന്നത്. ഇതാണ് നാമം ചെയ്യുന്നത്. നാമത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം കുഞ്ഞുങ്ങളാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ നാമം കൊണ്ട് തരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ നാമബീജത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ നാമബീജം വളർത്തുക എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. അപ്പോൾ അടുത്ത ഒരു നാമബീജം വളർന്നു, ആ നാമസ്മരണ നമ്മളിൽ ഉണ്ടാകുന്നു എങ്കിൽ അടുത്ത സ്റ്റേജ് എന്താ? അപ്പോൾ നമുക്കിന്ന് അടുത്ത സ്റ്റേജ് നോക്കാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് രൂപധ്യാനം. നാമം വന്നു കഴിഞ്ഞാൽ പിന്നെ രൂപം വന്നു. ഈ നാമം വരികയും രൂപമില്ലാതിരിക്കുക എന്ന് പറയുന്നൊരു സംഗതിയില്ല, അല്ലേ? രൂപമില്ലാതെ നമുക്ക് നാമത്തെ സ്വീകരിക്കാൻ പറ്റും? സ്വാഭാവികമായും പറ്റില്ല.
യഥാർത്ഥത്തിൽ രൂപമില്ലാതെ തന്നെ നാമം സ്വീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വൈക്കത്തപ്പ വൈക്കത്തപ്പ എന്ന് പറയുമ്പോൾ വൈക്കത്തപ്പനാണ്, ഏറ്റുമാനൂരപ്പനല്ല. രണ്ടും ഒന്നാണെങ്കിലും രൂപഘടനയിൽ വൈക്കത്തപ്പനാണ്, ഏറ്റുമാനൂരപ്പനല്ല. അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ശബരിമല ശാസ്താവ് തന്നെയാണ് രൂപഘടനയിൽ വരുന്നത്. അപ്പോൾ ഈ തരത്തിൽ നാമത്തോടൊപ്പം ഒരു രൂപധ്യാനം കൂടെ ഉണ്ടാകും, സ്വാഭാവികമായുണ്ടാകും. നമ്മളത് ഏത് നാമം സ്വീകരിച്ചാലും ആ നാമത്തോടൊപ്പം ഒരു രൂപധ്യാനം കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു. ആ രൂപത്തോടായിരിക്കും നമുക്ക് പ്രതിപത്തി കൂടുതൽ. അതാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ഉള്ളിൽ വരുന്ന ഈ രൂപം എന്ന് പറയുന്നത്, ഈ നാമബീജവും അതോടൊപ്പം വരുന്ന രൂപവും, ഈ രൂപം എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഈ രൂപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതലും നമ്മൾ പെരുമാറുന്ന വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ എന്താണോ നമ്മെ കൂടുതൽ കീഴ്പ്പെടുത്തുന്ന ആ ഒരു രൂപം, അതായിരിക്കും നമ്മെ ആകർഷിക്കുന്ന ആ രൂപം, അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മെ ആകർഷിക്കുന്നത്, അതായിരിക്കും നമ്മുടെ ഉള്ളിലെ രൂപധ്യാനം. അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ച് വചനാമൃതം വായിക്കുമ്പോൾ മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് ആദ്യമായി വന്ന സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് ചോദിക്കുന്നുണ്ട്, നിരാകാരമാണോ അതോ സാകാരമാണോ എന്ന് മാസ്റ്റർ മഹാശയൻ രാമകൃഷ്ണദേവനോട് ചോദിക്കുന്നുണ്ട്, നിരാകാരമാണോ അതോ സാകാരമാണോ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യമായി വന്ന സന്ദർഭത്തിൽ ചോദിച്ച ചോദ്യമാണ്. അങ്ങനെ ചോദിക്കാൻ കാരണം, മാസ്റ്റർ മഹാശയനെ പോലുള്ള ആളുകൾ അന്നത്തെ കാലത്ത് കൽക്കട്ടയിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം പേരും, ഈ ആധ്യാത്മികമായ താല്പര്യങ്ങളിൽ വന്ന ബഹുഭൂരിപക്ഷം പേരും ബ്രഹ്മസമാജം വഴി വന്നവരാണ്. കാര്യം അന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നത് ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റായ് സ്ഥാപിച്ചു കൊണ്ടുവന്ന ആ ബ്രഹ്മസമാജത്തിൻ്റെ പ്രത്യേകത, അവർക്ക് രൂപമില്ല. രൂപരഹിതമായ ഒരു ധ്യാനത്തിലേക്കാണ് ബ്രഹ്മസമാജം ശ്രദ്ധ കൊടുക്കുന്നത്. അവർക്ക് രൂപമില്ല, അവർക്ക് വിഗ്രഹങ്ങളില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഘടനയിലേക്കാണ് അവർ പോകുന്നത്. മാത്രമല്ല, ബ്രഹ്മസമാജം ഇവിടെ അത് സ്ഥാപിച്ച് പ്രവർത്തനം ഇതിൽ കൊണ്ടുവന്നപ്പോൾ അവർ പൂർണ്ണമായും ഇംഗ്ലീഷ് ആരാധനാക്രമമാണ് സ്വീകരിച്ചത്. പള്ളിയിലെ ആ സർവീസ്, ചർച്ചിൽ നടക്കുന്ന സർവീസ്, അതിനനുസരണമായിട്ടാണ് ബ്രഹ്മസമാജം ആരാധനാക്രമം കൊണ്ടുവന്നത്. ഭാരതീയ സങ്കല്പത്തിലേക്ക് ഈ ഇംഗ്ലീഷ് ആരാധനാക്രമത്തെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. അതിന് കാരണം ബ്രഹ്മസമാജത്തിൻ്റെ എല്ലാവരും തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരാണ്. ഇംഗ്ലണ്ടിൽ പോവുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി അങ്ങനെ ഉയർന്ന തലത്തിലുള്ള ആളുകളായിരുന്നു. അതിലൊന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛനാണ്. അപ്പോൾ അവരൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയും ഇംഗ്ലീഷിനെയും പിൻപറ്റുന്നവരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആരാധനാക്രമവും സംസ്കാരവും ആധ്യാത്മിക ശ്രമവുമാണ് കൽക്കട്ടയിൽ ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ രംഗപ്രവേശം. ഇതൊന്നും ഇല്ലാതെ, ഇതൊന്നും ശരിയല്ല എന്നുള്ള, അല്ലെങ്കിൽ ശരിയല്ല എന്നുള്ള, ഇതൊന്നും അല്ല എന്നുള്ള മട്ടിൽ ഭഗവാന്റെ ഒരു രംഗപ്രവേശം വരുന്നത് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും വിദേശ ആരാധനാക്രമങ്ങളും സ്വീകരിച്ചവരുടെ ഇടയിലേക്കാണ്. എല്ലാവരും വിദ്യാസമ്പന്നരാണ്, ഭഗവാൻ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്. ഇതായിരുന്നു തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മുടെ ഭാരതീയ ഗുരുക്കന്മാരെല്ലാവരും അങ്ങനെ തന്നെയായി. ആരും സ്കൂൾ വിദ്യാഭ്യാസം പോലും ഒഴിവിക്കാത്തവരാണ്, അല്ലേ? ശ്രീരാമകൃഷ്ണദേവനായാലും ശരി, കഷ്ടിച്ച് 7ാം ക്ലാസ് വരെ പോയി, അത്രയും പോലും പോയിട്ടില്ല, അപ്പോഴേ നിർത്തി. ഈശ്വരലാഭമില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് എനിക്കൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോയ ആളാണ്. ഷിർദി സായി ബാബ, അദ്ദേഹം പിന്നെ സ്കൂളിൽ പോയിട്ടേയില്ല, അവധൂതനായിട്ട് തന്നെ കുട്ടിക്കാലം പോലും നടക്കും. പിന്നീട് വരുന്നത് സത്യസായി ബാബ,
അദ്ദേഹം 7ാം ക്ലാസ് വരെ കഷ്ടിച്ച് പോയിട്ട് വരും. അത് കഴിഞ്ഞപ്പോൾ പഠനം നിർത്തിയവരാണ്. അങ്ങനെ ഓരോരുത്തരാണ്. മാതാ അമൃതാനന്ദമയി കഷ്ടിച്ച് 7ാം ക്ലാസ്സോ 8ാം ക്ലാസ് വരെയൊക്കെ പോയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഈശ്വരനെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെയുള്ളൊരു താല്പര്യത്തിലേക്ക് മാറി. രമണ മഹർഷി, അരബിന്ദു, ആരെയൊക്കെ എടുത്താൽ, ശ്രീശങ്കരൻ, എല്ലാവരും നമ്മളീ പറയുന്ന സോക്കോൾഡ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ചവരാണ്. കാരണം ഈ സോക്കോൾഡ് വിദ്യാഭ്യാസം ഒരിക്കലും ഈശ്വര ലാഭത്തിന് ഉതകുന്നതല്ല എന്ന് അവർക്ക് അന്നേ തോന്നി. അതായിരുന്നു ഭാരതീയ സങ്കല്പം. ആ ഭാരതീയ സങ്കല്പത്തിൽ വന്ന ഒരു വലിയ സമൂഹമാണ് ഭാരതത്തിലുള്ളത്. ആ സമൂഹം ഈ രീതിയിൽ ഈശ്വരാന്വേഷകരായി മാറിയാൽ ഒരു കാലത്തും ബ്രിട്ടീഷുകാർക്ക് നമ്മെ കീഴ്പ്പെടുത്താനാവില്ലെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായി. അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ആ കഥ ഒരു വലിയ രസമുള്ള കഥയാണ്. 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഭാരതത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർബന്ധപൂർവ്വം ഏർപ്പെടുത്തുന്നത്. 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 1836 ശ്രീരാമകൃഷ്ണദേവൻ ജനിക്കുന്നു. ആ കോയിൻസിഡൻസ് നോക്കും. 835 ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിർബന്ധമാകുന്നു. ആ ഒരു വർഷത്തിനുള്ളിൽ ശ്രീരാമകൃഷ്ണദേവൻ ജനിക്കുന്നു. പിന്നീട് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അന്ന് ഒരു ചെറിയ സൗജന്യം ഇന്ത്യക്കാർക്ക് അവർ നൽകി. എന്തെന്ന് വെച്ചാൽ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന, ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ഭാഷ സംസ്കൃതമായിരുന്നു. ആലോചിക്കണം, ഒരു ഭാഷ, ഭാരതം ഒട്ടാകെ നിലനിൽക്കുന്ന ഒരു ഭാഷ സംസ്കൃതമാണ്, മറ്റൊന്ന് പെർഷ്യനാണ്. ഇങ്ങനെ 2 ഭാഷകളാണ് ഭാരതത്തിൽ അങ്ങോളം ഉണ്ടായിരുന്നത്. സംസ്കൃതം ആദ്യകാലം മുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു ഭാഷ. പെർഷ്യൻ മുഗൾ സാമ്രാജ്യം വന്നതിന് ശേഷം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പെർഷ്യൻ. അപ്പോൾ ഈ പെർഷ്യൻ ഭാഷയും സംസ്കൃതവും നമ്മുടെ ഭാരതത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നിടത്താണ് ബ്രിട്ടീഷുകാർ 835 ഇംഗ്ലീഷ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ അവരൊരു ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്, അങ്ങനെ ഒരു ഔദാര്യം അവർ കാണിച്ചു. ഇംഗ്ലീഷ്, അന്നത്തെ ഗവർണർ ജനറൽ അദ്ദേഹം ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള മട്ടിലാക്കി. ഈ 2025 നമ്മൾ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആണ് എന്ന് ഓർത്തുകൊണ്ട് വേണം അത് മനസ്സിലാക്കാൻ. മലയാളം നമ്മുടെ മാതൃഭാഷ സെക്കൻഡ് ലാംഗ്വേജാണ്. നമുക്ക് എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ സംസ്കാരം? 2025 കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. മാതൃഭാഷ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജാണ്. എത്ര അധപതനമാണെന്ന് നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കി. നമ്മുടെ മാതൃഭാഷയെ നമ്മൾ സെക്കൻഡറി ആക്കി. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് എന്തായി? ഇംഗ്ലീഷായി. അതെങ്ങനെ വന്നു ഈ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ട്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 835 ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജും സംസ്കൃതവും പെർഷ്യനും ഫസ്റ്റ് ലാംഗ്വേജ്. അതങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കുറച്ചുകൂടെ ശക്തമാകണം ഇന്ത്യയിലെ കാര്യം ഇന്ത്യയെ ഒന്നുകൂടെ കുഴച്ചു മറിക്കണമെങ്കിൽ കുറെക്കൂടെ ശക്തനായ ഒരാളെ ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ സാധ്യമാകൂ എന്ന് ബ്രിട്ടീഷ് രാജ്ഞിക്ക് തോന്നി. ഇംഗ്ലണ്ടിലിരുന്ന് ബ്രിട്ടീഷ് രാജ്ഞിക്ക് തോന്നി. അപ്പോൾ നിലവിലിരിക്കുന്ന ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവർണർ ജനറലിനെ വെച്ചോണ്ട് ഈ കളി നടക്കത്തില്ല. കാരണം അങ്ങേര് ഇംഗ്ലീഷിനെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഇയാളിങ്ങി പോരെ, ഇയാളുടെ കച്ചവടം സന്തോഷം നന്നായി, തിരിച്ചു പോരെ എന്ന് പറഞ്ഞ് ആ ഗവർണർ ജനറലിനെ ബ്രിട്ടീഷ് രാജ്ഞി തിരിച്ചു വെച്ചു. അടുത്ത് വരുന്ന ആളാണ് മെക്കാളെ പ്രഭു. ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ തീരുമാനമെടുത്തു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രം മതി, ബാക്കി 2 എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. ആലോചിച്ചു, ശക്തമായ തീരുമാനം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രം മതി, ബാക്കി 2 എടുത്ത് കളഞ്ഞേക്കാൻ. സംസ്കൃതവും വേണ്ട, പെർഷ്യനും വേണ്ട. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രമുണ്ടെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. ജീവിക്കാൻ വെച്ചാൽ എന്തെങ്കിലും ഉദ്യോഗ തലത്തിൽ പോയാൽ അതേ പറ്റും. 2025 ഗതി അത്. മെക്കാളയുടെ ബുദ്ധി സമ്മതിച്ചു.
മെക്കാളെ 1940 അല്ല അങ്ങേരെ 1857 എങ്ങാണ്ട് ബ്രിട്ടീഷ് രാജ്ഞിയോട് പറഞ്ഞത്, ഇനി പേടിക്കാനില്ല, ഇവന്മാർ ഒരു കാലത്തും രക്ഷപ്പെടില്ലെന്ന്. ആര്? ഇന്ത്യക്കാർ. ഞാൻ അതുപോലെ ആക്കി വച്ചിട്ടുണ്ട്. സത്യമല്ലേ? നമ്മൾ രക്ഷപ്പെട്ടേയില്ല, ഇപ്പോഴും രക്ഷപ്പെട്ടു. നമുക്ക് നമ്മുടെ ഭാഷ കൈവിട്ടു. ഭാഷ കൈവിട്ടു പോയെന്ന് വെച്ചാൽ നമ്മുടെ മാതൃഭാഷ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. മാതൃഭാഷ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സമൂഹം സംസ്കാരശൂന്യരായി മാറുകയാണ്, അല്ലേ? നമുക്ക് ഒരിക്കലും നമ്മുടെ വികാരങ്ങളെ മറ്റൊരു ഭാഷയിൽ പ്രകടിപ്പിക്കാൻ പറ്റൂ, വേറൊരു ഭാഷയിൽ നമ്മൾ പ്രകടിപ്പിക്കൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ എന്തിന് ഗുരുവായൂർ പോയിട്ട് ഹേ കൃഷ്ണ ഹൗ ആർ യു നമുക്ക് പറ്റുമോ? നമുക്ക് വല്ലതും തോന്നും ഇംഗ്ലീഷിലൊന്ന് സംസാരിക്കാം. ഒ വി വിജയൻ വലിയൊരു തമാശ പറഞ്ഞു. ഒ വി വിജയൻ പറഞ്ഞ തമാശയാണ്. അപ്പോൾ അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു ഹിന്ദിക്കാരൻ മന്ത്രി എങ്ങാണ്ട് ഗുരുവായൂർ വന്നു. ഒ വി വിജയൻ പറഞ്ഞത്, നന്നായി, ഓ ഭഗവാൻ ഇപ്പോഴാണ് ഒരു സന്തോഷമായത്. ആരും ഭഗവാൻ ഹിന്ദിക്കാരനാ, ശ്രീകൃഷ്ണൻ ഹിന്ദി സ്വദേശത്തുള്ള ആളാണ്, മധുര. അപ്പം അവിടുന്ന് ഒരാൾ വരും, ഭഗവാന് സന്തോഷമല്ലോ, ഹലോ ആരേ ക്യാ ഹേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനും മന്ത്രിയും തമ്മിൽ സന്തോഷമായി. ഒ വി വിജയൻ പറഞ്ഞ തമാശയാണ്. നിങ്ങളിവിടെ കിടന്നുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞ് ഭഗവാൻ ഒരു പിടിയും കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഹിന്ദിക്കാരൻ വന്ന് പ്രാർത്ഥിച്ചത്. ഭഗവാൻ ഗുരുവായൂരപ്പന് സന്തോഷമായി, കാരണം അത് നമ്മുടെ ആളാണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാഷയിലല്ലാതെ മറ്റൊരു ഭാഷയിൽ നമുക്ക് നാമം ജപിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. നമുക്ക് ഈശ്വരനെ കിട്ടണമെങ്കിൽ നമ്മുടെ ഭാഷ വേണം. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് ഏതാ? അല്ലെങ്കിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്ന ലാംഗ്വേജ് ഏതാ? നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാ? ഇംഗ്ലീഷാണ്. അപ്പോഴേ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഈശ്വരനെ ഒരിക്കലും കിട്ടാൻ പോണില്ല എന്ന് ഉറപ്പായില്ല. മെക്കാളയുടെ ബുദ്ധി ആലോചിച്ച് നോക്കി, ഇവന്മാർക്ക് ഈശ്വരാധീനം ഒരിക്കലും കിട്ടും. കാര്യം എൻ്റെ ഭാഷ പോയിട്ട്. അതാണ് മെക്കാളെ ചെയ്ത പണി. അപ്പോൾ അതിരിക്കട്ടെ. അപ്പം ഞാനത് ഇതെന്ന് പറയും. അപ്പം ഇവിടെ നമ്മുടെ കഥയിലേക്ക് വരാം. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ചോദിച്ചു, നിരാകാരമാണോ സാകാരമാണോ ഭേദം എന്ന് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ അതിന് പറഞ്ഞ നിരാകാരമാകാൻ സാകാരം ഉഴപ്പി വിട്ടതാണ്. ഭഗവാൻ ഉത്തരവൊന്നും പറഞ്ഞില്ല. കാര്യം തുടക്കമാണ്, ഇവൻ ഇനിയും കിടക്കുന്നു കുറേ. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് വേണ്ട കാര്യങ്ങളിലേക്ക് വരാൻ. ആദ്യത്തെ ചോദ്യത്തിന് ഭഗവാൻ പറയാം, രണ്ടും ആയിക്കോളൂ. അപ്പം മാസ്റ്റർ മഹാശയൻ വിഷമിച്ചു പോയി. രണ്ടും ആകാം. മാസ്റ്റർ മഹാശയൻ ഒന്നും മനസ്സിലായില്ല. ഭഗവാൻ ഉദ്ദേശിച്ചില്ല ഇയാൾക്ക് മനസ്സിലാവണമെന്ന്. അതങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നീട് ഈ ശിവാനന്ദസ്വാമികൾ, ഭഗവാന്റെ ഡയറക്റ്റ് ഡിസേബിളായ അന്തരംഗ ശിഷ്യന്മാരിൽ വളരെ പ്രധാനിയായ ശിവാനന്ദസ്വാമികൾ ഇതേ സംബന്ധിച്ച് ഒരു അന്നത്തെ കാലത്ത് ബലൂർ മഠത്തിൽ വരുന്ന സന്യാസ ബ്രഹ്മചാരി ശിഷ്യന്മാർക്കും ഭക്തന്മാർക്കും വേണ്ടി പറഞ്ഞ ഒരു കാര്യം. ശിവാനന്ദസ്വാമിയെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ചുകൂടെ നമ്മൾക്കെല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് വിവരിക്കാം. അതിൽ കുറച്ചുകൂടെ അതിൻ്റെ ആ ഒരു വിവരം കിട്ടാനായിട്ട്. കാര്യം ഈ പറഞ്ഞു വരുന്നതിനൊരു സപ്പോർട്ടിംഗ് ഫാക്ടർ ആയിക്കോട്ടെ എന്ന് വെച്ച് ശിവാനന്ദ സ്വാമികളെ കുറിച്ചൊന്ന് പറയാം. ശിവാനന്ദ സ്വാമികളുടെ പേര് താരക്നാഥ് ഘോഷാൽ, താരകൻ എന്നാണ്. നമ്മൾ വചനാമൃതത്തിൽ നോക്കിയാൽ താരകൻ എന്നുള്ള പേരിൽ കാണാം, താരക്നാഥ് ഘോഷാൽ. അപ്പോൾ അദ്ദേഹം കിഴക്കൻ കൽക്കത്തയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പഠനം ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം റെയിൽവേയിൽ കോൺട്രാക്റ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കോൺട്രാക്റ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജോലിയോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈശ്വര സാക്ഷാത്കാരം വേണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുക. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ അശ്രദ്ധ കണ്ടിട്ട്, കുടുംബത്തോടുള്ള അശ്രദ്ധ കണ്ടിട്ട് അച്ഛൻ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. അങ്ങനെയാണ് അന്നും ഈ നമ്മുടെ ഈ ഭഗവാന്റെ അന്തരംഗ ശിഷ്യന്മാർക്കെല്ലാം ഉള്ളൊരു അനുഭവം അതാണ്. കാരണം എല്ലാവരെയും പിടിച്ച് ആധ്യാത്മികതയിലേക്ക് ഇവരെല്ലാം ചുവട് വെക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കൾ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. ബ്രഹ്മാനന്ദ സ്വാമികളെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ എല്ലാവരെയും വിവേകാനന്ദ സ്വാമിയെ ഓടിച്ചിട്ട് പിടിച്ചതാണ്.
പിന്നെ എന്തോ കാരണവശാൽ രക്ഷപ്പെട്ടു പോയതാണ്, ഇല്ലെങ്കിൽ വീണ് പോയതന്നെ. അപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് അത് കിട്ടിയില്ല. ആകെ ഇതുമായി നിർബന്ധമില്ലാതെ പോയ ഒരേ ഒരാൾ ആ കൂട്ടത്തിലുള്ളത് ലാട്ടു മഹാരാജാണ്. കാര്യം അത് പറയാനും ആളില്ല. അല്ല, അങ്ങനെ തന്നെ അറിയില്ല ആരാന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ലാട്ടു മഹാരാജ് അത്ഭുതാനന്ദ സ്വാമി, അദ്ദേഹത്തെ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒഴികെ ബാക്കി എല്ലാവരെയും കുടുംബക്കാർ വളഞ്ഞു പിടിച്ചതാണ് കല്യാണം കഴിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മുടെ താരകനെയും ശിവാനന്ദ സ്വാമികൾ, ഇപ്പം താരക്നാഥ്, അദ്ദേഹത്തെയും പിടിച്ചു നിർബന്ധം. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഒഴിഞ്ഞു നോക്കി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കീഴിൽ 3 സഹോദരിമാരുണ്ട്. അപ്പോൾ ഈ 3 സഹോദരിമാരെ അന്ന് കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ സ്ത്രീധനം നല്ലതുപോലെ കൊടുക്കണം. ഇപ്പോൾ 3 സഹോദരിമാരും ഒരു സഹോദരനുമാണ് ഇവർ. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടായി. ഈ 3 പേർക്കും സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മൂത്ത സഹോദരിയെ ആദ്യം കല്യാണം കഴിപ്പിക്കാം. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വഴി കണ്ടുപിടിച്ചത് ഈ താരകനോട് പറഞ്ഞു, നീ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പയ്യൻ്റെ പെങ്ങളെ കെട്ടാമെങ്കിൽ അവർ നിന്നെ ഇവിടെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റക്കല്യാണം എന്ന് നമ്മൾ പറയുന്ന സംഗതി, അതാണെങ്കിൽ ഈ ഡൗറി കൊടുക്കാതെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിപ്പോകും. അപ്പം അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേ, സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ സഹോദരിക്ക് വേണ്ടി സഹോദരിയുടെ ഭർത്താവിൻ്റെ സഹോദരിയെ മാറ്റക്കല്യാണം, അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു. പക്ഷേ ശിവാനന്ദ സ്വാമികളെ സംബന്ധിച്ച് അപ്പോഴും ഈ ഈശ്വര സങ്കല്പത്തിലാണ്. ഏതാണ്ട് 2-3 മാസമേ ആ ഭാര്യ ജീവിച്ചിരുന്നു, അവർ മരിച്ചു. അപ്പം അതോടുകൂടി അദ്ദേഹം പെട്ടെന്ന് പഴയ പോലെ അങ്ങ് തൻ്റെ ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു. പക്ഷേ റെയിൽവേയിൽ ജോലി വന്നു. അങ്ങനെ 1880 ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് രാമചന്ദ്ര ദത്തയുടെ വീട്. രാമചന്ദ്ര ദത്തയെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. രാമചന്ദ്ര ദത്തയാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ആദ്യം വരുന്ന ഗൃഹസ്ഥാശ്രമ ഭക്തൻ, ആദ്യത്തെ ആൾ. ശ്രീരാമകൃഷ്ണദേവനെ തിരിച്ചറിഞ്ഞ് ആദ്യം വരുന്ന ആളാണ് രാമചന്ദ്ര ദത്ത. ആ രാമചന്ദ്ര ദത്തയുടെ വീടിൻ്റെ അടുത്താണ് ഈ താരകൻ്റെയും വീട്. ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ ഈ രാമചന്ദ്ര ദത്തയുടെ വീട്ടിൽ കൂടെ സത്സംഗത്തിന് വരും. അപ്പോൾ ഒരു ദിവസം താരകനെയും വിളിച്ചു, നീ വാ എന്ന് പറഞ്ഞു. അങ്ങനെ താരകൻ ശ്രീരാമകൃഷ്ണദേവനെ ആദ്യമായിട്ട് കാണുക. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ ആദ്യം കണ്ടപ്പോൾ താരകനെ സംബന്ധിച്ച് ആധ്യാത്മിക അന്വേഷണത്തിലിരിക്കുന്ന ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് ഉള്ളിലൊരു വലിയ സന്തോഷം തോന്നി, വലിയൊരു താല്പര്യം തോന്നി, ഭഗവാനോട് ഒരു വലിയ താല്പര്യം തോന്നി. പിന്നെ അദ്ദേഹം തുടരെ ദക്ഷിണേശ്വരത്ത് വരികയും ജോലി ഉപേക്ഷിക്കുകയും പിന്നീട് പൂർണ്ണമായും ഭഗവാന്റെ സേവയ്ക്കായിട്ട് ദക്ഷിണേശ്വരത്തും കാശിപ്പൂരിലും എല്ലാം നിരന്തരം ഭഗവാനോടൊപ്പമായിരുന്നു. ആദ്യമായി ഈ അന്തരംഗ ശിഷ്യന്മാരിൽ 16 പേരുള്ളവരിൽ ആദ്യമായി കുടുംബവും വീടും ഉപേക്ഷിച്ച് പൂർണ്ണമായും ഭഗവാന്റെ അടുത്ത് വന്ന ആളും ശിവാനന്ദ സ്വാമികളാണ്. ബാക്കി എല്ലാവർക്കും നരേന്ദ്രനൊക്കെ അവസാന നിമിഷം കുടുംബത്തിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് ആദ്യം വന്ന ആൾ, പൂർണ്ണമായും കുടുംബത്തെ ഉപേക്ഷിച്ച് വന്നത് ശിവാനന്ദ സ്വാമികളാണ്. അതുകൊണ്ട് ശിവാനന്ദ സ്വാമികൾ പിന്നീട് ശ്രീരാമകൃഷ്ണ മഠവും ശ്രീരാമകൃഷ്ണ മിഷനും സ്ഥാപിച്ചപ്പോൾ 1901 ട്രസ്റ്റിയായി, 910 വൈസ് പ്രസിഡൻ്റായി, പിന്നീട് 922 പ്രസിഡൻ്റായി. അങ്ങനെ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ അദ്ദേഹം ഇരുന്ന ഒരു വലിയ മഹാനുഭാവൻ. അപ്പോൾ അദ്ദേഹം ഒരുപാട് ബേലൂർ മഠത്തിൽ വെച്ച് ധാരാളം സന്യാസിയുമായി ബ്രഹ്മചാരികൾക്ക് ക്ലാസ് എടുക്കും. അപ്പോൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം എടുത്ത ഞാനീ പറഞ്ഞ രൂപധ്യാനം, നമ്മളീ പറഞ്ഞു വന്നത് രൂപധ്യാനത്തെക്കുറിച്ചാണ്, രൂപത്തെക്കുറിച്ചാണ്. ഈ രൂപത്തെക്കുറിച്ച് അദ്ദേഹം അന്നത്തെ ബ്രഹ്മചാരികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിതാണ്: ഒന്ന്, നമുക്ക് ഒരു രൂപത്തെ ധ്യാനിക്കാം, അങ്ങനെ പറ്റുള്ളൂ. പല രൂപത്തെ ധ്യാനിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു രൂപത്തെ ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ ഒന്നുകിൽ ചെയ്യാം. അപ്പം ചിലർക്ക് ആ രൂപധ്യാനം, ഒരു പ്രത്യേക രൂപത്തെ ധ്യാനിക്കുക എന്ന് പറയുന്നത് ചിലർക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കൃഷ്ണനെ ധ്യാനിച്ചു, പെട്ടെന്ന് അയ്യോ നമ്മളപ്പുറത്ത് അയ്യപ്പൻ്റെ അമ്പലം, എന്നാൽ അയ്യപ്പനും ഇരിക്കട്ടെ, ഒരു ധ്യാനം അങ്ങോട്ട് ധ്യാനിച്ചു. ദേവി വല്ലതും കോപിച്ചിന് വേണ്ട, പക്ഷെ അപ്പോൾ ദേവിയെന്ന് ധ്യാനിച്ചു. ചുരുക്കം നമ്മളെല്ലാവരും, നമ്മൾ വലിയൊരു ജനാധിപത്യ ലെവലിലാണ് ഈ നമ്മുടെ പ്രാർത്ഥന എന്ന്. അപ്പം നമ്മുടെ ധാരണ ശിവനെ കണ്ട് തൊഴുതില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ ഉപദേവന്മാരെ എല്ലാം ഒന്ന് കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊരു ധാരണയിലാണ് ഉപദേവന്മാരുടെ അടുത്തൊക്കെ നമ്മൾ ആദ്യം പോകണം, എന്നിട്ടാണ് പിന്നെ പ്രധാന ദേവൻ്റെ അടുത്ത് പോവുക. അപ്പോൾ അങ്ങനെ പോയില്ലെങ്കിൽ, ഇപ്പോൾ ഗണപതിയെ കണ്ടില്ലെങ്കിൽ പോയി, പിന്നെ പോയിട്ട് ഒരു കാര്യമില്ല.
ഇങ്ങനെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു രീതിയാണ്. പക്ഷെ ശിവാനന്ദ സ്വാമികൾ പറയുന്നത് ഒരു രൂപധ്യാനം മതി, യഥാർത്ഥത്തിൽ ഒരു രൂപം ധ്യാനിച്ചാൽ മതി, അതിലെല്ലാം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിപ്പോണം. അപ്പോൾ അങ്ങനെ സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്, നമ്മുടെ ഒരു ശീലം കൊണ്ട് നമുക്ക് അങ്ങനെ സാധ്യമല്ല. അപ്പം അങ്ങനെ പറ്റാത്തവരുണ്ട്. അങ്ങനെ പറ്റാത്തവർക്ക് അദ്ദേഹം പറഞ്ഞ മറ്റൊന്ന്, നിങ്ങൾക്ക് അവതാര ലീലകളെ ധ്യാനിക്കാം. ഇപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് ധ്യാനിക്കുന്നതിന് പകരം ഗുരുവായൂർ ശ്രീകൃഷ്ണൻ്റെ ലീലകളെ ധ്യാനിക്കാം. ആ കഥകൾ ഇഷ്ടംപോലെ നമ്മുടെ കയ്യിലുണ്ട്. ഈ കഥകളെ ധ്യാനിക്കാം, ആ സംഭവങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ധ്യാനിക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പല പല ചിന്തകൾ കടന്നു വരുന്നു. നമ്മൾ ഒരേ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഊന്നുന്നില്ലെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഭഗവാന്റെ ലീലകളിലേക്ക് ശ്രദ്ധയൂന്നാം. ഓരോരോ കഥകളായിട്ട് ഇങ്ങനെ മനസ്സിൽ കാണാം. നമ്മോട് ആരോ കഥ പറയുന്ന പോലെ നമ്മൾ കേട്ടിരിക്കാം. നമ്മൾ മാത്രമേ ഉള്ളൂ. കണ്ണടച്ച് നമ്മൾ ഇരിക്കുന്നു, നമ്മളിങ്ങനെ ധ്യാനിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വൃന്ദാവനത്തിലാണെന്ന് ധരിക്കുന്നു. വൃന്ദാവനത്തിൽ കാലികളുടെ ഇടയിൽ എല്ലാ ഗോപന്മാരെ എല്ലാം ശ്രീകൃഷ്ണൻ അങ്ങനെ മേച്ച് നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കാളിന്തിയിൽ വലിയൊരു അലർച്ച കേൾക്കുന്നു. അങ്ങനെ വരുന്നു, അവിടെ ഒരു സർപ്പമുണ്ട്. ഇങ്ങനെ ആ കഥ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആലോചിക്കാം. ആരോ നമ്മോട് കഥ പറയുന്ന പോലെ, നമ്മുടെ മനസ്സ് നമ്മളോട് കഥ പറയുന്ന പോലെ നമ്മൾ കണ്ണടച്ചിരുന്ന് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഈ ചുറ്റുപാടങ്ങ് മറന്നുപോകും. മറ്റേ രൂപധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ചിലപ്പോൾ അടുക്കളയിലേക്കും മറ്റിടത്ത് മറിച്ചിടത്തൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ. അപ്പോഴായിരിക്കും നമുക്ക് ഓരോന്ന് തോന്നൽ വരിക. നമ്മളൊന്ന് ധ്യാനിക്കാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ ഓർമ്മകൾ കയറി വരിക. അയ്യോ അത് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് അതിനെ മറികടക്കാൻ കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു ഭാഗമായിട്ട് ശിവാനന്ദ സ്വാമികൾ പറയുന്നത്, നിങ്ങൾ ഭഗവാന്റെ കഥകളെ ധ്യാനം ചെയ്യും. ആരോ നമ്മളോട് കഥ പറയുന്നുണ്ട്. അങ്ങനെ എത്ര കഥ ഒരു ദിവസം നമുക്ക് ധ്യാനത്തിലിരുന്ന് സ്വയം കേൾക്കാൻ പറ്റും, അത് മനസ്സിൽ കാണാൻ പറ്റും. അതിലങ്ങനെ അഭിരമിക്കുക. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം മറന്നുപോകും. പിന്നെ നമ്മുടെ ചുറ്റും ഈ കഥയും ആ ചുറ്റുപാടും മാത്രമായി മാറും. അതൊരു വലിയ ധ്യാനശീലമാണെന്ന് പറയും. അടുത്തത് പ്രതീകങ്ങൾ. അതായത് ഈശ്വര സംബന്ധിയായ കാര്യങ്ങളെ നമ്മൾ, ഈശ്വരനുമായിട്ട് നമ്മെ കണക്റ്റ് ചെയ്യുന്ന ചില പ്രതീകങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പം കഥകളൊന്നും ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈശ്വര സംബന്ധിയായ പ്രതീകങ്ങളെ നമുക്ക് കാണാം, പ്രതീകവൽക്കരിക്കാം. അപ്പം എല്ലാവരും പറയും ഏത് സമയത്തും നമ്മൾ ഈശ്വര ചിന്ത ഉണ്ടാകണം എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ഒരിടത്ത് ഇരിക്കാനുള്ള സമയമില്ല, നമുക്ക് ക്ഷമയില്ല. നമുക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള സമയമില്ല, ക്ഷമയില്ല, സമയമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സഞ്ചാര വഴിയിൽ പ്രതീകാത്മകമായി നമ്മൾ എങ്ങനെ ഈശ്വരനെ കാണും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നു. ഇപ്പോൾ പോകുന്നു, റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പശുവിനെ കണ്ടു. അതൊരു പ്രതീകമാണ്. പശുവിനെ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ പശുവായിട്ട് കാണുന്നു. അങ്ങനെ ഓരോന്നിനെ ഓരോന്നായിട്ട് കാണും. ശ്രീരാമകൃഷ്ണദേവൻ അതാണ് സമാധി അവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്തിക്കൊണ്ടിരുന്ന ഒരവസ്ഥ അതാണ്. കാര്യം ശ്രീരാമകൃഷ്ണദേവൻ കാണുന്നതെല്ലാം ഈശ്വരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് തോന്നും, പ്രതീകങ്ങളായിട്ട്. അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്വീകരിക്കുന്ന പോലെയാണ്. നമ്മൾ എന്താണോ മുന്നിൽ കാണുന്നത്, നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോന്നും നമ്മൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ആ മനസ്സുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതൊരു ധ്യാന രീതിയാണ്. അതിന് പ്രത്യേകിച്ച് ഒരിടത്ത് ഇരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് എന്തും ചെയ്യാം. മാർക്കറ്റിൽ പോകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് പോകാം, ഗൃഹസന്ദർശനത്തിന് പോകാം, അല്ലെങ്കിൽ എന്തും ചെയ്യാം. അടുക്കളയിൽ ജോലി ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പറമ്പിൽ ജോലി ചെയ്യുക. അങ്ങനെ പല പല ജോലികൾ ചെയ്യാം. ഈ ചെയ്യുന്ന ജോലികളിൽ ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതുണ്ടെന്ന് നോക്കുക. അതാണ് പ്രതീകവൽക്കരണത്തിലൂടെയുള്ള ധ്യാനം. അപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം അതിന് പ്രത്യേക സമയമൊന്നും വേണ്ട. നമ്മളത് മനസ്സിരുത്തി അങ്ങനെ ഒരു പൂ കാണുമ്പോൾ ഇത് ഭഗവാനുള്ള പൂവല്ലേ എന്ന് തോന്നുക, അല്ലേ? ഒരു പൂ കാണുമ്പോൾ ഇത് ഭഗവാന് നേദിച്ചാൽ കൊള്ളാം എന്തുവാ. കാര്യം നമ്മൾ അമ്പലത്തിൽ പോകുന്ന അമ്മമാർ കണ്ടിട്ടുണ്ട്, വഴിയിലുള്ള വീട്ടിൻ്റെ മതിലിൽ കൂടെ കിടക്കുന്ന പൂവൊക്കെ പറയും. അങ്ങനെ മോഷ്ടിച്ച പൂവൊന്നും ഒരിക്കലും ഭഗവാന് കൊണ്ട് കൊടുക്കരുത്. ഒരുപാട് അമ്മമാരെ കാണും, പ്ലാസ്റ്റിക് കൂടുമായിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. വഴിയിൽ നിന്നുള്ള പൂവൊക്കെ പറിക്കും. വല്ലവരും കഷ്ടപ്പെട്ട് നട്ട് വളർത്തി വെച്ചകളെ പൂ ഇങ്ങനെ താന്ന് കിടക്കുമ്പോൾ അതൊക്കെ പറിച്ച് ഭഗവാന് കൊണ്ട് കൊടുക്കും. അപ്പം അതാണ്. അപ്പം നമ്മൾ പ്രതീകവൽക്കരണത്തിലൂടെ പോകാം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത്, ഇനി ഇതല്ല, ഇപ്പം ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്, കുറേ കാര്യം ഭഗവത് കഥകൾ കേൾക്കുന്നു. ഇപ്പം ഇവിടെ നമ്മൾ രാവിലെ 10 മണിക്ക് വന്നിരുന്നു, 1 മണി വരെ ഇരിക്കുമ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ ധ്യാനാവസ്ഥയാണ്. കാരണം
കേൾക്കുകയാണ്. ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ കൂടെ കേൾക്കുന്ന ഒരു പരിപാടി, അങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് വേറെ വലിയ ശ്രമമൊന്നും വേണ്ട. ഈ പറയുന്ന ആൾ കിടന്ന് ശ്രമിച്ചാൽ മതി, നമ്മൾ വെറുതെ കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാത്ത കാര്യം വരുമ്പോൾ, ഇഷ്ടപ്പെടാത്ത അതിൽ വലിയ താല്പര്യം വരാത്ത കാര്യം വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറും, വീണ്ടും തിരിച്ചു കയറി വരും. അങ്ങനെ 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 എന്നാലും 2-3 മണിക്കൂർ നമ്മൾ ഈശ്വര സാന്നിധ്യത്തിലാണ്. അങ്ങനെയും പോകാം. അതിപ്പോൾ ഇത് ദിവസവും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കേൾക്കാനുള്ള സൗകര്യങ്ങളുള്ളതെല്ലാം ഉപയോഗപ്പെടുത്താം. ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്കത് വളരെ എളുപ്പമാണ്. കാര്യം ഇന്നിപ്പോൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്, അതിലെല്ലാം തന്നെ ഇൻ്റർനെറ്റ് ഉള്ളവരാണ്, യൂട്യൂബ് ഉള്ളവരാണ്. ഇന്ന് ഏതെടുത്താലും ഇഷ്ടംപോലെ പ്രഭാഷണം കേൾക്കാം, ഒരു പ്രശ്നവുമില്ല. ഇത്രയും എളുപ്പം വേറെ വല്ലതും നമുക്ക് എന്തും കേൾക്കാം. മറ്റതൊരു സപ്താഹമൊക്കെ കേൾക്കണമെങ്കിൽ ആ സപ്താഹം വരണം. ഇന്നിപ്പോൾ ഒരു സപ്താഹത്തിന് ഒരിടം പോകണ്ട, വീട്ടിലിരുന്ന് നമ്മളിത് ഓൺ ചെയ്തിട്ട് എന്ത് പണിയും ചെയ്തുകൊണ്ടിരിക്കാം, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കേൾവി ഒരു വലിയ ധ്യാനാവസ്ഥയാണ്, അല്ലാതെ കൃത്യമായ ഒരു സ്ഥലത്ത് ഇരുന്നു എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ ആകാം എന്ന് പറയും. പിന്നല്ല, ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോഴേക്കും ഈ ഒരു പ്രാക്ടീസിലൂടെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കാണുന്നതെല്ലാം ഈശ്വരനാണെന്ന് പിന്നെ തോന്നിത്തുടങ്ങണം. എല്ലാം ഈശ്വരനാണെന്ന് തോന്നും. കാരണം ഈ ഒരു നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ പ്രാക്ടീസ് ഇതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഈശ്വരനായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഈശ്വരനായിട്ട് കാണുമ്പോൾ നമുക്ക് ആരോടും വൈരാഗ്യവും വിഷമമൊന്നുമില്ല. പിന്നെ കാണുന്നവരോടൊക്കെ നമുക്ക് ഇഷ്ടമാണ്. കാര്യം കാണുന്നതൊക്കെ ഈശ്വര സ്വരൂപമാണ് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി. ആരെ കണ്ടാലും മറ്റേതല്ല, ആൾ എന്നോട് മിണ്ടിയിട്ടില്ല ഇതുവരെ, അല്ലെങ്കിൽ അയാൾ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അയാൾ എന്നെക്ക് വേണ്ട, ഈ ചിന്തയൊന്നും നമുക്കില്ല. കാരണം എല്ലാം ഒരേപോലെയാണ് കാണുന്നത്. ആര് നമ്മളോട് മിണ്ടി, ആര് നമ്മോട് മിണ്ടിയില്ല എന്നോ, അല്ലെങ്കിൽ ആര് നാമുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ആര് നമ്മളോട് വേണ്ടത്ര, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. എല്ലാം ഈശ്വര സ്വരൂപമായി കാണാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി. ഇങ്ങനെയാണ് ശിവാൻ സ്വാമികൾ ബ്രഹ്മചാരികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു. സത്യത്തിൽ നമുക്കും അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആനന്ദം തരുന്ന ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഇപ്പോൾ ഒരാൾ രാവിലെ കൃത്യമായി എന്നും രാവിലെ അമ്പലത്തിൽ പോകുന്നു, ഇത്ര പ്രാവശ്യം നാമം ജപിച്ചുകൊണ്ട് വലത്തു വെക്കുന്നു, എന്നാൽ നാളെ മുതൽ എനിക്കും അത് ചെയ്യാം. അത് നമ്മുടെ ആനന്ദമല്ല, അത് അയാൾ ആനന്ദം കണ്ടെത്തിയിരിക്കാം. ആ വഴി നമ്മൾ പിന്തുടർന്നാൽ നമ്മൾ ഒരിക്കലും ആനന്ദത്തിൽ ചെല്ലില്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ 1-2 ദിവസമോ ചെയ്യും, മുടങ്ങും, പിന്നെ നടക്കില്ല. അല്ലെങ്കിൽ വേറൊരാൾ വേറൊരു രീതി ചെയ്യുന്നത് കണ്ടു. ഇത് വേറൊരാൾ ചെയ്യുന്നത് കണ്ട് ചെയ്യാനുള്ളതല്ല ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി. നമ്മുടെ മനസ്സാണ് നമ്മളെ ഇവിടെ നയിക്കുന്നത്. അപ്പോൾ ഈ മനസ്സ് ഏറ്റവും കൂടുതൽ ആനന്ദം കൊള്ളുന്നത് ഏത് കാര്യത്തിലാണ്, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. ഇത് പലതും നമ്മൾ ഈശ്വര കാര്യങ്ങൾ ചെയ്യുമ്പം ഒന്നുകിൽ ഭയം കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം, വൈകിട്ട് 6:15, അയ്യോ വിളക്ക് കൊളുത്തിയില്ലല്ലോ. അപ്പോൾ വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ വിളക്ക് കൊളുത്തണ്ട. വിളക്ക് കൊളുത്തണമെന്ന് ആരാ പറഞ്ഞു? അപ്പോൾ വിളക്ക് കൊളുത്താൻ നമ്മളിൽ ഒരു താല്പര്യം തോന്നിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നമുക്കതൊരു നിർബന്ധമായി തോന്നുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ അത് ഇഷ്ടമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ സത്യം നമ്മൾ അംഗീകരിക്കണ്ടേ? കൃത്യമായിട്ട് 6:15 എനിക്ക് വിളക്ക് കൊളുത്തണം, അല്ലെങ്കിൽ 6:30 മുമ്പ് എനിക്ക് സന്ധ്യാസമയത്ത് എനിക്ക് വിളക്ക് കൊളുത്തണം എന്ന് മനസ്സിൻ്റെ ഇഷ്ടമല്ലാതെ, അതേതോ ഒരു ചെയ്തില്ലെങ്കിൽ എന്തോ പ്രശ്നമാണെന്നുള്ള ധാരണയിൽ നമ്മൾ സ്വയം ഒരു 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 പ്രാരാബ്ധം പോലെ അത് ഏറ്റെടുത്താൽ അതിനേക്കാൾ നല്ലത് വിളക്ക് കൊളുത്താതിരിക്കുകയാണ്. വിളക്ക് കൊളുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതേപോലെ തന്നെ വിളക്ക് കൊളുത്തിയാൽ പിന്നെ നാമം ജപിക്കാതെ എങ്ങനെ? പിന്നെ എന്ത് നാമം ജപിക്കുക? അത് എന്താ, നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയേക്കാം, അല്ലെങ്കിൽ ഗായത്രി മന്ത്രം ചൊല്ലിയേക്കാം. നമുക്ക് ഒരു താല്പര്യമില്ല അതിനോട്, എന്നിട്ട് വെറുതെ ഇരുന്ന് ചൊല്ലുക. നമ്മളെ അത് ബാധിക്കുന്നില്ല. എന്നാൽ ചൊല്ലാതിരുന്നൂടെ? ആ സമയത്ത് നിങ്ങൾക്കൊരു നല്ല സിനിമാ പാട്ടാണ് പാടണമെങ്കിൽ അത് പാട്, മനസ്സ് സന്തോഷിക്കുമെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം. അത് മനസ്സ് സന്തോഷിക്കുകയാണത്. മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നതാണ് ഈശ്വരനിൽ എത്തുന്ന ഏറ്റവും എളുപ്പമാർഗം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പരിഭാഗമാകണം ഹരിനാമത്തിൽ ആനന്ദം കൊള്ളാൻ. ഹരിനാമത്തിൽ ആനന്ദം കൊള്ളുന്നില്ല എങ്കിൽ കൊള്ളാവുന്ന ഒരു മാർഗം സ്വീകരിക്കുക.
ഈശ്വരൻ പറഞ്ഞിട്ടില്ലല്ലോ ഹരിനാമം തന്നെ ചൊല്ലണമെന്ന് നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. അഷ്ടോത്തര ചൊല്ലണമെന്ന് ഈശ്വരൻ ഒരിക്കലും ഒരാളോടും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന ഭഗവത്ഗീത ഒരാളും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നമ്മെ ആനന്ദം കൊള്ളിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഭഗവത്ഗീത പഠിക്കാൻ പോയി. അപ്പം ഞാനും ഭഗവത്ഗീത പഠിക്കണമെന്ന് തോന്നി, ഞാനും പഠിച്ചു. ഭഗവത്ഗീത പിന്നാലെ പോയി, അങ്ങനെ അതൊക്കെ പഠിച്ചു, വളരെ സന്തോഷമായി അങ്ങനെ. പക്ഷെ ഒരിക്കൽ പോലും ഈ ഭഗവത്ഗീത മുഴുവനൊക്കെ പഠിച്ചല്ലെങ്കിൽ എനിക്കത് വലിയ താല്പര്യം തോന്നുന്നില്ല. എനിക്ക് താല്പര്യം തോന്നുന്നില്ല. ഭഗവത്ഗീതയോട് എനിക്ക് താല്പര്യം വരുന്നില്ല. ഒരിഷ്ടം വരണ്ടേ, ഒരു സ്നേഹം വരണ്ടേ, സ്നേഹം വരുന്നില്ല. അപ്പോൾ 700 ശ്ലോകം, 1-ാം ശ്ലോകം തൊട്ട് 700-ാമത്തെ ശ്ലോകം വരെ ചൊല്ലി കാണാതെ പഠിച്ചു, കാണാതല്ല ചൊല്ലാൻ പഠിച്ചു. പക്ഷെ ഇഷ്ടം വരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചു, ഭഗവത്ഗീത അങ്ങ് ഉപേക്ഷിച്ചു. ഇനി ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ നെട്ടയ ആശ്രമത്തിൽ പോകാനായിട്ട് തിരുവനന്തപുരത്ത് ചെല്ലുന്നത്. ശാസ്താംകലത്താണ് ചെല്ലാൻ. മോക്ഷവൃതാനന്ദ സ്വാമി, തിരുവനന്തപുരത്തെ ആശ്രമത്തിൻ്റെ മോക്ഷവൃതാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു, നെട്ടയ ആശ്രമത്തിൽ കഴിഞ്ഞ ഗുരു പൂർണിമാ ദിനത്തിൽ അവിടെ പങ്കെടുക്കാൻ വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ശാസ്താമംഗലത്ത് വന്നാൽ മതി, രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര മണിക്ക് പോകും? അപ്പോൾ സ്വാമി പറഞ്ഞു 8 മണിക്ക് പോകും. ശരി. അപ്പം ഞാൻ എന്ത് ചെയ്തു, 6:30 ആയപ്പോഴേ ചെന്നു. ഞാൻ നേരത്തെ ചെന്നു, 6:30 ചെന്നു. 6:30 ചെന്നപ്പോഴേക്കും അത് വലിയ ഭാഗ്യമായി, ഒരു 1.5 മണിക്കൂർ നേരത്തെ ചെന്നത്. ചെല്ലുമ്പോൾ മോക്ഷവ്രതാനന്ദ സ്വാമി ഭഗവത്ഗീത ചൊല്ലുക. അപ്പം ഞാനും കൂടെ ചെന്നിരുന്നു. ഇതുപോലൊരു ആനന്ദം എനിക്കുണ്ടായിട്ടില്ല. നോക്കൂ, ഞാൻ ഗീത വായിച്ചു, എനിക്കത് താല്പര്യമേ തോന്നിയില്ല. എനിക്ക് മോക്ഷവ്രതാനന്ദ സ്വാമി അവിടെ ഇരുന്ന് ഗീത ചൊല്ലുന്നത് കണ്ടിട്ട് എനിക്കുണ്ടായ ഒരു ആനന്ദത്തിനൊരു അതിരില്ല. അതോടുകൂടി ഗീതയിലേക്ക് വീണ് അത് ഞാൻ ആനന്ദം കൊള്ളാണ്. ഇപ്പം എന്ത് പറ്റി, ഞാനിപ്പോൾ ഗീത എടുക്കുമ്പോൾ മോക്ഷവ്രതാനന്ദ സ്വാമി ഓർക്കും, ആ ചുറ്റുപാട് ഓർക്കും, ആ പ്രഭാതത്തെ ഓർക്കും, ശാസ്താംകലത്തെ ആ ടെമ്പിൾ ഓർക്കും. ഭയങ്കര സന്തോഷമായി. അപ്പം ആ സന്തോഷം വന്നു. അതുകൊണ്ട് ഇപ്പം എന്ത് പറ്റി, ഞാൻ ഇഷ്ടത്തോടെ എടുക്കുന്നത്. മറ്റത് ഭഗവത്ഗീത ഇനി ചൊല്ലിയെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ ഇനി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുള്ളൊരു പോക്കായിരുന്നു. ഇതാണ് ഇതിനകത്തെ ഒരു ഘടകം എന്ന് പറയും. അപ്പം നമ്മുടെ ഇഷ്ടമാണ് പ്രധാനം. നമ്മുടെ മനസ്സ് എത്രമാത്രം ആനന്ദിക്കുന്നുണ്ട് ഒരു കാര്യത്തിൽ, ഈശ്വരാർപ്പിതമായ ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് എത്രമാത്രം ആനന്ദിക്കുന്നുണ്ട് എന്നുള്ള ആ ആനന്ദിക്കുന്ന ആ ഘടകം മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി. വേറെ ഒന്നും സ്വീകരിക്കേണ്ട കാര്യം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് അടുത്ത് ഒരിത് പറയുന്നത്, അടുത്ത് ഇത് പറയുന്നത് വിശ്വാസത്തിൻ്റെ കാര്യം. നമ്മൾ ആരാധന നടത്തുകയും നമ്മൾ നാമം ജപിക്കുകയും നമ്മൾ പല വഴിപാടുകൾ ഒക്കെ നമ്മളിങ്ങനെ പല രീതിയിൽ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നു. നമ്മളെല്ലാം ഈശ്വരനോടുള്ള ഇഷ്ടം പലതരത്തിലാണ്. എൻ്റെ ഈശ്വരനോടുള്ള ഇഷ്ടം വേറൊരാക്കില്ല, ഇദ്ദേഹത്തിൻ്റെതായിരിക്കില്ല, അല്ലെങ്കിൽ പ്രവാചകൻ്റെതായിരിക്കില്ല, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വ്യത്യസ്തമായി. ഈശ്വരനോടുള്ള ഇഷ്ടത്തിൻ്റെ രീതി വ്യത്യാസം, അപ്രോച്ച് വ്യത്യാസമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഈശ്വര രൂപത്തെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഈശ്വര രൂപത്തെ നമ്മൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? അപ്പം അത് ഒരു ഒരു വളരെ പോപ്പുലറായൊരു സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. അത് ഏതാണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനത് പറയാം. ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമ വന്നത്. ആ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ ഇങ്ങനെ ബാർബറായിട്ട് അഭിനയിക്കുകയും മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായിട്ടുള്ള അശോക് രാജ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ശ്രീനിവാസൻ ബാലൻ എന്ന് പറയുന്ന ഒരു ബാർബറുടെ വേഷം. നമുക്കെല്ലാവർക്കും പരിചിതമായൊരു സിനിമയാണ്, വളരെ പഴയ സിനിമയാണ്. അപ്പോൾ ഈ ബാലൻ്റെ സ്കൂളിലെ സുഹൃത്താണ് അശോക് രാജ്, സൂപ്പർ സ്റ്റാർ. അപ്പോൾ ആ സൂപ്പർ സ്റ്റാറാണ് ഒരു ഗ്രാമത്തിൽ, ഈ ബാലനുള്ള ഗ്രാമത്തിൽ വരുമ്പോൾ ആ സൂപ്പർ സ്റ്റാറിനെ ക്ഷണിക്കാനായിട്ട് അവിടുത്തെ സ്കൂളിലെ ആളുകൾ ചെല്ലുന്നത്.
അപ്പം അവിടെ വെച്ച് ആ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വന്നവരോട് ആ കഥാപാത്രം പറഞ്ഞത്, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെയല്ല ഇഷ്ടപ്പെടുന്നത്, ഞാൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ആക്ടറെ നമുക്ക് ഇഷ്ടം തോന്നുന്നു, അയാളുടെ ഒരു ഫാനായി മാറുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെയല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ആ വ്യക്തി അവതരിപ്പിച്ച വിവിധ കഥാപാത്രങ്ങൾ നമ്മിലുണ്ടാക്കിയ വൈകാരികവും അല്ലെങ്കിൽ ആ ആകർഷണവുമാണ് നമ്മെ ആ വ്യക്തിയുമായിട്ട് അടുപ്പിക്കുന്നത്. ഇതാണ് ആ കഥാപാത്രം പറയുന്ന ഡയലോഗ്. അല്ലാതെ നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യം കൊണ്ടല്ല നിങ്ങൾ വരുന്നത്. എൻ്റെ കഥാപാത്രങ്ങളെ കണ്ടിട്ട് അത് മനസ്സിൽ കൊണ്ടു നടന്ന് ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത്. ഇതാണ് ആ കഥാപാത്രം പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മുടെ ഈശ്വരനുള്ള അപ്രോച്ച്. നമുക്കെങ്ങനെയാണ് ഒരു ഈശ്വര രൂപത്തോട് ഇഷ്ടം തോന്നുന്നത്? സ്വാഭാവികമായി ആ ഈശ്വര രൂപത്തിൻ്റെ പിന്നിലുള്ള കഥകളാണ് നമ്മളെ ഇഷ്ടപ്പെടുത്തിയത്. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ ഗുരുവായൂരപ്പനല്ല നമ്മുടെ ഉള്ളിലെ ഇഷ്ടമായിട്ട് കയറി വന്നത്, ഗുരുവായൂരപ്പൻ്റെ ലീലകളാണ് ഇഷ്ടമായിട്ട് വന്നത്. വെണ്ണ കട്ടുന്ന കണ്ണനായിട്ടോ, അല്ലെങ്കിൽ കുറൂരമ്മയുടെ അടുത്ത് പോയി കളിച്ച കണ്ണനായിട്ടോ, അല്ലെങ്കിൽ വില്ലുമംഗലത്തിൻ്റെ മോതിരം കൊണ്ടുപോയി, അങ്ങനെ കുറേ കഥകളുള്ള ഒരു കൃഷ്ണൻ. ആ കഥകളുള്ള കൃഷ്ണനെയാണ് ഗുരുവായൂർ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് കാണുന്നത്. യഥാർത്ഥ ശ്രീകൃഷ്ണ പെരുമാൾ എന്ന് പറയുന്ന ഒരു രൂപം നമ്മൾ കാണുന്നേയില്ല, അങ്ങനെ കാണുന്നില്ല. ആ കഥകൾ എത്രമാത്രം നമ്മെ ആകർഷിച്ചോ, എത്ര പേരെ ആകർഷിച്ചോ. ഒരു സിനിമ 200-300 ദിവസം ഹൗസ്ഫുള്ളായി ഓടുന്ന പോലെ ജനങ്ങൾ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ ആ സിനിമ സൃഷ്ടിച്ച കഥാപാത്രം സൃഷ്ടിച്ച കഥകളുടെ ഒരു വലിയ പൊലിമയാണ്. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൽ എത്തുമ്പോൾ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് അനന്തപത്മനാഭൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പോകാൻ ആരെങ്കിലും ക്യൂ നിൽക്കാറുണ്ടോ? ഈ ക്ഷേത്രത്തിൽ തൊട്ടടുത്താണ്, ഇവിടെ നടന്നാൽ കയറാവുന്ന സ്ഥലത്താണ്. ശ്രീപത്മനാഭനല്ലേ അവിടുത്തെ പ്രതിഷ്ഠ? അനന്തപത്മനാഭനല്ലേ ശ്രീപത്മനാഭനാണ്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നമ്മൾ ക്യൂ നിൽക്കുന്നത്? അതേ അനന്തപത്മനാഭനാണ് ഇവിടെ. പക്ഷെ ഇവിടെ നമുക്ക് താല്പര്യമില്ല. കാര്യം ഈ അനന്തപത്മനാഭൻ്റെ ഉള്ളിൽ കഥയില്ല, നമ്മൾ ഒരു കഥയും കേട്ടിട്ടില്ല. ഈ അനന്തപത്മനാഭൻ ആക്ട് ചെയ്ത ഒരു ലീലയും നമുക്ക് അറിഞ്ഞുകൂടാ. ശ്രീപത്മനാഭൻ്റെ ലീലകൾ നമുക്കറിയാം. അല്ല, അവിടെ ഇത്രമാത്രം സ്വർണ്ണമുണ്ട്, ആ സ്വർണം കാത്തു നിൽക്കാനായിട്ട് ഒരുപാട് തോക്കും പിടിച്ച് പോലീസുകാർ. അപ്പോൾ ആ കഥകളാണ്, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുറേ കഥകൾ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുകയാണ്. അയ്യപ്പൻ, ഇവിടെ ഹരിപ്പാട് അടുത്തൊരു പാവ അയ്യപ്പനുണ്ട്, അറിയാമോ? പാവ അയ്യപ്പൻ എന്നാണ്. സുരേഷ് ഗോപിയാണ് അവന് ആ ക്ഷേത്രത്തിന് ഇത്തിരി ചിലവൊക്കെ കൊടുത്തത്. പാവ അയ്യപ്പൻ ഹരിപ്പാടിന് ഇവിടെ ഉണ്ട്. എന്തോ ഒരു കഷ്ടപ്പെട്ടാണ് അവിടെ ചെന്ന് കയറി ഇടിയും ചാളിക്കുന്നുണ്ട്. സത്യം അല്ലേ? ശബ്ദം കേൾക്കുമ്പോൾ സത്യം പോലെയാണല്ലോ. അപ്പോൾ എന്തോ ഒരു ഇടിയും. എന്താണ് നമ്മളെ അവിടെ ആകർഷിക്കുന്ന ഘടകം? തുടങ്ങി കഥകൾ. മോഹിനി, ശ്രീപരമേശ്വരൻ, പന്തളം രാജാവ്, പുലിപ്പാല്, അങ്ങ് കിടക്കുകയല്ലേ കഥ. പിടിച്ചു വലിച്ചു കൊണ്ടാൻ പറ്റിയ കഥ. പാവ അയ്യപ്പൻ ഒരു കഥയില്ല. അപ്പം കഥകളാണ് നമ്മളെ ആകർഷിക്കുന്നത്. നമ്മൾ ഈശ്വരനിലേക്ക് എത്തുന്ന കഥകളിലൂടെയാണ്. ആ കഥകൾ എത്രമാത്രമാണ് സ്വാധീനിക്കുന്നത്. ഒരു സിനിമ 200 ദിവസം ഓടുന്ന പോലെ തന്നെയാണ്. തുടരും സിനിമ വളരെ ജയിച്ചതിൻ്റെ കാരണം ആ സിനിമയിലെ കഥാപാത്രത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതിയാണിത്. നമ്മളതിൽ നിന്ന് മോചനമില്ല. ഇപ്പോൾ ഷിർദി ബാബയുടെ അടുത്ത് എന്തോരം കോടിക്കണക്കിന് ആളുകളാണ് ഷിർദി ബാബയുടെ അടുത്ത്. കാരണം ഷിർദി സായി സച്ചരിതം വായിച്ചാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ ആ കഥയാണ്. സത്യസായി ബാബയുടെ അടുത്ത്, ഇപ്പോൾ പുട്ടപ്പർത്തിയിലൊക്കെ നമ്മളൊക്കെ ധാരാളം സമയം നിർവഹിത്തി പോകുന്നു. കാര്യം ഭഗവാന്റെ ഒരുപാട് കഥകൾ ഇങ്ങനെ ഉള്ളിൽ കിടക്കുക. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ കാണാനും അതൊക്കെ നമുക്കും കൂടെ ഇനി അനുഭവിക്കാമെന്നുള്ളൊരു ധാരണയിലാണ് പോകുന്നത്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് കൊണ്ടാണ് ഈ കഥയാണ് നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചത്. ഈ കഥയില്ലായിരുന്നെങ്കിലോ? അവിടെയാണ് ആ പ്രത്യേകത ഇരിക്കുന്നത്. അപ്പം ഇത് കഥകളാണ് നമ്മളെ ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്.
കഥയില്ലാത്ത ഒരമ്പലത്തിലും നമ്മൾ പോകില്ല. അതാണ് നമ്മളൊരു പ്രത്യേകത. അത് നമ്മൾ തമാശയായിട്ടൊന്നും അല്ല, അത് സത്യമായിട്ടാണ്. ഈ കഥകളാണ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കുന്നത്, അതിനകത്ത് സംശയമൊന്നുമില്ല. അത് തെറ്റാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കില്ല. എൻ്റെ ഗോവിന്ദകുളങ്ങര ദേവി എന്നെ സന്തോഷിപ്പിച്ചില്ല, പക്ഷേ ചോറ്റാനിക്കരമ്മ കുറേ കഥകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചു. അപ്പോൾ ഞാൻ മെനക്കെട്ട് പോയി, ആ കഥയുടെ പിന്നാലെ പോയതാണ്. അപ്പം എങ്ങനെയാണ് മനസ്സ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. മനസ്സെങ്ങനെ നമ്മളെ പിടിച്ചു വലിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയായാലും അവിടെ എത്തിയാൽ മതി. എവിടെയെങ്കിലും ഇപ്പോൾ ഗോവിന്ദകുളങ്ങര അമ്മയായാലും ഇവിടുത്തെ ശ്രീപത്മനാഭനായാലും തിരുവനന്തപുരത്തെ വലിയ ശ്രീപത്മനാഭനായാലും എല്ലാം ഒരുപോലെ നമ്മളെ എത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ. പക്ഷെ കഥകളാണ് നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു നല്ല ഘടകം. നമ്മളെല്ലാം കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈശ്വരൻ്റെ ഇതിനകത്ത് ശിവാൻ സ്വാമികളുടെ പാഠങ്ങളാണ്. ഞാനത് എൻ്റെ കൂടെ നമ്മുടെ രീതിയിലും കൂടെ മാറ്റിയെന്നേ ഉള്ളൂ. മറ്റൊന്ന് വരുന്നത്, പിന്നെ നമ്മുടെ ഒരു ഈശ്വരനോടുള്ള താല്പര്യം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മെ അറിയാതെ നമ്മളെയും കൂടെ കൊണ്ടുപോകും. പക്ഷെ കഥകളും നമ്മൾ കുറേ കാലം നമ്മെ ഇതുപോലെ നയിക്കും. നേരത്തെ പറഞ്ഞ ആ ഒരു സെഗ്മെൻറ്റ്, കഥകളുടെ സെഗ്മെൻറ്റ് നമ്മളെ കുറേ കാലം ഈശ്വരനിലേക്ക് എത്തിക്കും. പക്ഷെ അവിടെയും കൊണ്ടും ആ കഥകളും നമ്മളെ അധികകാലമൊന്നും കൊണ്ടുപോകില്ല. കുറേ കഴിയുമ്പോൾ ആ കഥയെ മതിയാക്കുന്നു. കുറേ കേട്ടതല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ പതുക്കെ ആ കഥകളിൽ കേട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ വരുമ്പോൾ നമ്മൾ വിട്ടുകളയും. ഇല്ല, അങ്ങനെ വരില്ല. കഥകളിൽ നമ്മൾ കേട്ട ഭഗവാനല്ല യഥാർത്ഥത്തിൽ എൻ്റെ അനുഭവത്തിലുള്ള ഭഗവാൻ എന്ന് തോന്നുമ്പോൾ നമ്മൾ പതുക്കെ വലിയ പ്രയോജനമൊന്നുമില്ല, നമ്മൾ വിട്ടുകളയും. ഞാൻ പറഞ്ഞത്, അപ്പം നമ്മൾ കേൾക്കുന്ന ഒരു കഥയിൽ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. ഈ അനുഗ്രഹത്തിൻ്റെ കഥയാണ് നമ്മളെ എത്തിക്കുന്നത്. ആ കഥയിൽ കഴിഞ്ഞപ്പോൾ നേരത്തെ മറ്റേ ആൾക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളും അതേ അവസ്ഥയിൽ തന്നെ ചിന്തിച്ച ആളുകളാണ്. പെട്ടെന്ന് അതിൻ്റെ ഫലം, വളരെ ശക്തമായൊരു ഫലം, അവിശ്വസനീയമായ തരത്തിൽ അതിൻ്റെ ഫലം കടന്നു വരുമ്പോൾ ഒരു ആനന്ദമുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഭക്തിയുടെ വലിയൊരു അംശമുണ്ട്. ഇതാണ് ഈ ഫലം എന്ന് പറയുന്നത്. നമ്മൾ കേട്ട കഥകളുമായിട്ട് നമ്മൾക്ക് ആ അനുഭവം ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ്. ആ അനുഭവങ്ങൾ ഈ കഥകൾ വെറും കഥകളല്ല. ഈ കഥകൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ഈ കേൾക്കുന്ന ഈ കഥകൾ മനസ്സിൽ കയറി നമ്മുടെ മനസ്സിൽ പ്രവർത്തനം തുടങ്ങുക. അതാണ് നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏതൊരു രൂപഘടനയിലേക്കാണ് നമ്മളൊരു ആനന്ദം കണ്ടെത്തുന്നത്, ആ രൂപഘടനയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാനം. ശിവാൻ സ്വാമികൾ ഇവിടെ പറയുന്നത് അങ്ങനെ സ്കാറ്റേഡ് ആകരുത്. എന്നാൽ ഇത് ചെങ്ങന്നൂർ ഇനി അടുത്ത ഒരു വഴിപാടുമായിട്ട് വേറൊരു ക്ഷേത്രത്തിൽ, അതിൻ്റെ അപ്പുറത്ത് വേറൊരു വഴിപാടുമായിട്ട് ഇവിടെ നമ്മുടെ ഓമല്ലൂർ ആ ക്ഷേത്രം, ഇങ്ങനെ പല അല്ലല്ല, ഇതെല്ലാം കൂടെ ഒന്നിലേക്ക് എങ്ങനെ വരാം, ഇതെല്ലാം കൂടെ ഒരേ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള പരിശീലനം നമുക്ക് എങ്ങനെ നേടാം. അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമുക്കിതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാം. സ്കാറ്റേർഡാണ്. കാര്യം ചെങ്ങന്നൂർ ദേവി ആയാലും ശരി, ഓമല്ലൂരിലെ ദേവി ആയാലും ശരി, അല്ലെങ്കിൽ ശ്രീപത്മനാഭനായാലും ശരി, ഗുരുവായൂരപ്പനായാലും ശരി, ആരായാലും ശരി, ഇതെല്ലാം കൂടെ ഒരു ഘടനയിലേക്ക് എത്താൻ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനോട് ഇഷ്ടപ്പെടേണ്ടത്, എങ്ങനെയാണ് ഈശ്വരനോട് പറയേണ്ടത്, ഇതെല്ലാം കൂടെ ഒന്നായി എനിക്ക് ഒരു അനുഭവമായി മാറാൻ നമ്മൾ ഈശ്വരനോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം നമ്മുടെ ഈ ഈശ്വരനോടുള്ള ഇഷ്ടങ്ങൾ, ഇപ്പം ദേവീ രൂപങ്ങളോടുള്ള ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത്, നമ്മളാരും ദേവീ രൂപങ്ങളെ കണ്ടിട്ടല്ലല്ലോ. ഒരു ദേവിയെ നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദേവീ രൂപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ, ഇപ്പം സരസ്വതി ആയാലും കാളിയാണെങ്കിലും ദുർഗയാണെങ്കിലും എല്ലാ രൂപങ്ങളും ഇന്ന് നമ്മൾ കാണുന്ന ഒരു പോസ്റ്ററിലും കലണ്ടറിലും ഒക്കെ ഇവിടെ ധാരാളം ദേവീ രൂപങ്ങൾ വരുന്നു. ഈ ദേവീ രൂപങ്ങളെ സംബന്ധിച്ച് ആദ്യമായി ഭാരതീയരുടെ ഉള്ളിലേക്കൊരു സങ്കല്പം ഉണ്ടാക്കി കൊടുത്തത് രാജാ രവിവർമ്മയാണ്. ഇദ്ദേഹം പ്രസ് തുടങ്ങി അങ്ങനെ ബോംബെയിൽ നിന്ന് പ്രിൻ്റ് ചെയ്യുന്ന ആ ഒരു ഘടനയിലാണ് ഇദ്ദേഹം
ഇതൊക്കെ നമ്മൾക്കൊരു ദേവീ രൂപങ്ങളായിട്ട് നമുക്ക് അതാണ് ഇപ്പോഴും എല്ലായിടത്തും നമ്മുടെ ഉള്ളിലേക്കൊരു ദേവീ രൂപത്തെ എങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ളത് ഇത്തരം ചിത്രങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമുക്കൊരു ആഭിമുഖ്യം ദേവിയോട് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു രൂപമില്ല. നേരത്തെ ഉള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക. അങ്ങനെ ഒരു ആലോചിക്കാനുള്ള ഒരു രൂപം പോലും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അമ്മയെ ഭഗവതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു രൂപഘടന കടന്നു വന്നില്ല എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പം അങ്ങനെ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടാണ് രാജാരവിവർമ്മ പോലുള്ളവർ ഈ ഒരു ഇത് ചെയ്തത്. രാജാരവിവർമ്മയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് സ്വാമി വിവേകാനന്ദനുമായിട്ട് കൂട്ടിയിണക്കാവുന്ന ഒരു നല്ല സംഭവം, രാജാരവിവർമ്മ ഇന്ത്യയിലിരുന്ന് വരച്ച ഏതാനും 10-35 ചിത്രങ്ങൾ ചിക്കാഗോയിൽ പ്രദർശനത്തിന് കൊണ്ടു, ലോകമത മഹാസമ്മേളനത്തിൽ. അപ്പം രാജാരവിവർമ്മ താഴത്തെ ഹാളിൽ പ്രദർശനം നടത്തുന്നു, സ്വാമി വിവേകാനന്ദൻ മുകളിലത്തെ ഹാളിൽ പ്രഭാഷണം നടത്തുന്നു. 2 ഇന്ത്യക്കാർ ഒരേ സമയം പ്രവർത്തിച്ചു എന്നുള്ളൊരു വലിയ കോയിൻസിഡൻസും രാജാരവിവർമ്മയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘടനയിലേക്ക് ഞാനത് പറഞ്ഞു വരാൻ കാരണം, ഈ രൂപഘടന നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു രൂപഘടന ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു രാജാരവിവർമ്മ സ്വീകരിച്ചൊരു നഴ. കാരണം നമ്മൾ ദേവി ദേവി എന്നപ്പോൾ സരസ്വതി എന്ന് പറയുമ്പോൾ നമുക്ക് സരസ്വതി എന്ന് പറയുമ്പോൾ ആരുടെ രൂപം കാണും? നമുക്കൊരു രൂപം വേണ്ടേ? നമ്മളെ ഏറ്റവും ആകർഷിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന ഒരു രൂപഘടന വേണം. നമ്മളിത് ആരുടെ രൂപം കാണും? വലിയൊരു തമാശ, ആന്ധ്രയിൽ ഒരു കാലത്ത് എല്ലാ വീടുകളുടെയും പൂജാമുറിയിൽ NT രാമറാവുവിൻ്റെ പടമായിരുന്നു. എല്ലാ പൂജാമുറിയിലും. കാര്യം മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ NT രാമറാവുക അല്ലേ? NT രാമറാവുവിന് അപ്പുറത്തേക്ക് മഹാവിഷ്ണു ഒരു രൂപം സങ്കല്പിക്കാൻ ഈ തെലുങ്ക് നാട്ടിലെ ആർക്കും സാധ്യമല്ലായിരുന്നു. NT രാമറാവു ഭഗവാൻ മഹാവിഷ്ണുവായിട്ടാണ് അവരുടെ മുമ്പിൽ എല്ലാ പൂജാമുറിയിലും. NT രാമറാവു സിനിമയിൽ അഭിനയിച്ച ആ വേഷത്തിൻ്റെ ഫോട്ടോ അങ്ങനെ. അപ്പോൾ നോക്ക്, നമുക്ക് ഇഷ്ടപ്പെടാനൊരു, അപ്പോൾ ഒരു നടനോടൊരിഷ്ടം, ആ നടൻ്റെ ഈശ്വരീയ രൂപത്തെ പിന്നീട് നമ്മൾ സ്വീകരിക്കുന്നു. ഇവിടെയും ഒരു കാലത്ത് പല പൂജാമുറികളിലും ഞാൻ കണ്ട ശ്രീകൃഷ്ണൻ്റെ പടം നിതീഷ് ഭരദ്വാജ് അല്ലേ ആ നടൻ, മഹാഭാരതത്തിൽ അല്ലേ, അയാളുടെ പേരതാണെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെയല്ലേ നിതീഷ്, മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ച നമ്മുടെ ഇവിടെ ഞാൻ ഗന്ധർവനിൽ നിതീഷ് ഭരദ്വാജ്, അത് തന്നെ. നിതീഷ് ഭരദ്വാജിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് പൂജിക്കുന്ന വലിയൊരു കൃഷ്ണഭക്തയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു രൂപത്തിലേക്ക് നമ്മൾ എത്തുന്നത്? അങ്ങനെ എത്തുകയാണ് ശ്രീകൃഷ്ണനിലേക്ക്. കാര്യം അവർ നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ നിതീഷ് ഭരദ്വാജ് അവതരിപ്പിച്ച ഘടനയിലൂടെയാണ് അവരുടെ ഉള്ളിൽ കയറിയത്. അതവരെ ആനന്ദിപ്പിച്ചു. അതുകൊണ്ടാണ് അവർ ആ പടം വെച്ചത്. NT രാമറാവു സിനിമയിലൂടെ ആനന്ദിപ്പിച്ചപ്പോൾ ആ പടം മഹാവിഷ്ണുവിൻ്റെ പടമായിട്ട് വെച്ചു. അപ്പം അതാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഒരു ഘടനയിലേക്ക് ഏതൊരു രൂപം ആത്യന്തികമായി എത്തുന്നോ ആ രൂപത്തിൽ നമ്മൾ സർവ്വതും സമർപ്പിക്കുക. അവിടെ പിന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ സ്കാറ്റേഡ് ആവേണ്ട കാര്യമില്ല. സോഷ്യലിസ്റ്റ് മെൻറ്റാലിറ്റി ഒന്നും ഈ കാര്യത്തിൽ ആവശ്യമില്ല. കുറച്ചവിടെ കുറച്ചിവിടെ, ആ ഒരേ ഒരു രൂപത്തിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? സന്തോഷം, സമയം നോക്കിക്കോണേ. ആയോ? നിർത്താറായോ? അല്ല, അങ്ങനെയല്ല, അത് സമയത്ത് നിർത്തണേ, ഇല്ലെങ്കിൽ ആക്കലവാൻ സ്വാമി പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇതിങ്ങനെ ഈ സ്വാമിമാർ ഈ കഥ പറഞ്ഞു പോകുമ്പോഴേ നമ്മൾ ഈ കഥ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ആരെങ്കിലും ഒന്ന് നിർബന്ധിച്ചാൽ നിർത്താം എന്നുള്ള മറ്റുള്ളതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ സന്തോഷം, എഴുന്നേക്കണേ ആവശ്യമുള്ളപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത് വരെ. അപ്പോൾ ഈ ശിവാൻ സ്വാമികൾ ഇവിടെ അതിനു വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ നേരത്തെ ഭഗവത്ഗീതയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ആ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ശിവാൻ സ്വാമികൾ പറഞ്ഞത് ഈ ഭഗവത്ഗീതയിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് ഇതെല്ലാം ശിവാൻ സ്വാമികൾ പറഞ്ഞതിനെ നമ്മുടെ സീക്വൻസിലും കൂടെ ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ശിവാൻ സ്വാമികൾ പറഞ്ഞത് ഈ പറഞ്ഞതെല്ലാം കൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഭഗവത്ഗീതയിലെ 9-10 അധ്യായങ്ങളിലുള്ള 3 ശ്ലോകങ്ങൾ, 9-ാം അധ്യായത്തിലെ 2 ശ്ലോകവും 10-ാം അധ്യായത്തിലെ 1 ശ്ലോകവും, ഈ 3 ശ്ലോകങ്ങൾ ഹൃദിസ്ഥമാക്കാമെങ്കിൽ
നിങ്ങൾക്ക് ഈ ഈശ്വരീയ രൂപങ്ങളെ എല്ലാം കൂടെ ഒന്നിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ പറ്റും. ഒറ്റ ഇതിലേക്ക്, ആ ഒറ്റ ഇതിൽ തന്നെ പിന്നെ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അതിനകത്ത് വരുന്നത് 9-ാം ഇതിൽ 2 ശ്ലോകം എന്ന് പറഞ്ഞാൽ 9-ാം അധ്യായത്തിൽ 17-18 ശ്ലോകങ്ങളാണ്. 9-ൽ 17-18 ശ്ലോകങ്ങളാണ്. 9-ാം അധ്യായം എന്ന് പറഞ്ഞാൽ രാജവിദ്യ രാജഗുഹ്യായോഗം, 9-ാം അധ്യായം ഭഗവത്ഗീത. അതിൽ 17-ാമത്തെ ശ്ലോകം ഇതാണ് പറയുന്നത്: പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാര ഋക്സാമ യജുരേവച. ഇതാണ് 9-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം. അതിൻ്റെ അർത്ഥം പറയാം. പിതാ അഹം അസ്യ ജഗത. അസ്യ ജഗത എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൻ്റെ, പിതാ പിതാവും, മാതാ മാതാവും, ധാത കർമ്മഫലം തരുന്ന ആളും, പിതാമഹ മുത്തച്ഛനും ഞാനാകുന്നു. അതായത് ഈ വളരെ സിമ്പിളല്ലേ, ഇതെല്ലാം ഞാനാകും. അതിൻ്റെ അടുത്ത് വരുന്ന വേദ്യം പവിത്രമോങ്കാര ഋക്സാമ യജുരേവച. വേദ്യം അറിയപ്പെടുവാനുള്ള യോഗ്യം, അതായത് അറിയപ്പെടുന്ന വസ്തു. ഈ നമ്മളിവിടെ അറിയപ്പെടുന്ന എല്ലാ വസ്തു, എന്തൊക്കെ വസ്തുവിനെയാണോ നമ്മൾ ഈ ചുറ്റുപാടിൽ നിന്ന് അറിയുന്ന ആ വസ്തുക്കളെ മുഴുവൻ, പിന്നെ പവിത്രം ശുദ്ധമായിട്ടുള്ളത് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഓങ്കാരം പ്രണവം, ഋക്സാമ ഋഗ്വേദവും, യജുർ ഏവച യജുർവേദം, സാമവേദം, അഥർവവേദം, അതായത് വേദങ്ങളെല്ലാം, കാണാവുന്ന ഈ വസ്തുക്കളെല്ലാം, നല്ലതെന്ന് പറയാവുന്നതും എല്ലാ വസ്തുക്കളും, ഓങ്കാരം പ്രണവം, ഋഗ്വേദം തുടങ്ങിയ 4 വേദങ്ങൾ, ഇതെല്ലാം ഞാനാകും. അതായത് ഇത് മുഴുവനും ഞാൻ തന്നെയാണ്. അപ്പം നിങ്ങളിങ്ങനെ ഒന്നിലേക്ക് വരാൻ നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ ഏതൊന്നിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു അത് തന്നെയാണ് എല്ലാം ഞാനും. അതുകൊണ്ട് നിങ്ങൾക്കൊരു വ്യാകുലത വേണ്ട, അയ്യോ ഇതിലേക്ക് മാത്രമായപ്പോൾ മറ്റ് പ്രശ്നമാകുമോ എന്നുള്ളത് ഭയം വേണ്ട. എല്ലാത്തിലും ഞാൻ തന്നെ. അതുകൊണ്ടാണ് ഈ 9-ാം അധ്യായത്തിലെ 17-ാം അധ്യായവും അതുപോലെ 18-ാം അധ്യായം ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനൻ നിധാനം ബീജമവ്യയം. ഗതിർ കർമ്മഫലം, ഭർത്ത പോഷിപ്പിക്കുന്നവൻ, പ്രഭുർ യജമാനൻ, സാക്ഷി അധ്യക്ഷൻ, നിവാസ പ്രാണികളുടെ ഇരിപ്പിടമായിട്ടുള്ളത്, ശരണം ദുഃഖം ഇല്ലാതാക്കുന്നവൻ, സുഹൃത്ത് പ്രത്യുപകാരം നോക്കാതെ ഉപകാരം ചെയ്യുന്നവൻ, പ്രഭവ ഉൽപ്പത്തി, പ്രളയ പ്രളയം, സ്ഥാനം ഇരിപ്പിടം, നിധാനം നിക്ഷേപം, ബീജമവ്യയം നശിക്കാത്ത കാരണം. ഇനി ഇതിനകത്തൊന്നുമില്ല പറയാൻ, എല്ലാമായി നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയുമായി. കർമ്മഫലം അത് ഞാനാണ് ആ തരുന്നത്. പോഷിപ്പിക്കുന്നവൻ, ആ കർമ്മഫലം കൊണ്ട് നമുക്ക് ഗുണം ചെയ്യുന്നത്, ആ കർമ്മം കൊണ്ട് ഗുണം ചെയ്യുന്നത് അത് ഞാൻ തന്നെ. പ്രഭുർ യജമാനൻ, നിങ്ങളുടെ യജമാനനും ഞാൻ തന്നെ. നിങ്ങളുടെ അധ്യക്ഷനും, ഈ സമൂഹത്തിൻ്റെ അധ്യക്ഷനും ഞാൻ തന്നെ. എല്ലാ പ്രാണികളുടെയും, പ്രാണനുള്ള എല്ലാറ്റിൻ്റെയും ഇരിപ്പിടം അത് ഞാൻ തന്നെ. ദുഃഖം ഇല്ലാതാക്കുന്നവൻ അതും ഞാൻ തന്നെ. അടുത്തതാണ് ഏറ്റവും രസകരമായ ആ വാക്ക്, സുഹൃത്ത്. സുഹൃത്തെന്ന് നമ്മൾ എല്ലാവരെയും കയറി പറയും. എല്ലാവരും സുഹൃത്താവില്ല. പ്രത്യുപകാരം നോക്കാതെ ഉപകാരം ചെയ്യുന്ന ആൾ മാത്രമാണ് സുഹൃത്ത്. നമ്മൾ പൊതുവെ അതെൻ്റെ സുഹൃത്താണ്. പ്രത്യുപകാരം നോക്കാതെ ആ പുള്ളി ഉപകാരം ചെയ്യുമോ? പ്രത്യുപകാരം നോക്കാതെ ഉപകാരം ചെയ്യുന്ന ഒരേ ഒരാളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അത് ഞാനാണ്. ഭഗവാൻ പറഞ്ഞു, നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ വേറൊന്നില്ല, യുണീക്കാണ്. അതുപോലെ ഉൽപ്പത്തി, പ്രളയം അതും ഞാൻ തന്നെ. ഇരിപ്പിടം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇരിപ്പിടം ഞാനാണ്. നിക്ഷേപം, ഇത് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? നമുക്ക് വേണ്ടി ഇത് മുഴുവനും, ഈ പ്രപഞ്ചത്തിൽ ഇത് മുഴുവനും ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും ഞാനാണ്. നശിക്കാത്ത കാരണവും ഞാൻ. ഇതെല്ലാം നശിക്കാതെ സംരക്ഷിക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പം ഇതാണ് ശിവാനന്ദ സ്വാമികൾ പറഞ്ഞ ഈ 9-ാം അധ്യായത്തിലെ 17-ഉം 18-ഉം നമ്മൾ ആവർത്തിച്ച് പഠിച്ചു വെക്കണം. ഇത് മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കാതെ. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് ആ ഒന്നിലേക്ക് എത്താനുള്ള നമ്മുടെ ആ മനസ്സിനെ
പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഘടകമാകുമെന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 10-ാം അധ്യായത്തിലെ 33-ാം ശ്ലോകം അതും കൂടെ പറയും. ഇങ്ങനെ 3 ശ്ലോകങ്ങളാണ് ശിവാനന്ദ സ്വാമികൾ നമുക്ക് ഉപകാരമായിട്ട് തരുന്നത്. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസാമസികസ്യ ച അഹമേവാക്ഷയഃ കാലോ ധാതാഹൗ വിശ്വതോമുഖഃ. അക്ഷരങ്ങളിൽ അകാരമാണ് ഞാൻ. അക്ഷരങ്ങളിൽ അകാരമാണ് ഞാൻ. ദ്വന്ദ്വച ദ്വന്ദ്വസമാസത്തിൽ സമാസികസ്യ സമാസങ്ങളിൽ ദ്വന്ദ്വസമാസമാണ് ഞാൻ. ദ്വന്ദ്വസമാസം എന്ന് പറയുമ്പം മലയാള അധ്യാപകരുടെ അവർക്ക് കൂടുതൽ മനസ്സിലാവും. ദ്വന്ദ്വസമാസം എന്ന് പറഞ്ഞാൽ 2 വാക്കുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് സന്ധിയും സമാസവും എന്ന് നമുക്കറിയാം. 2 വാക്കുകൾ ചേരുമ്പോൾ 2നും ഒരേ പ്രാധാന്യം ഉണ്ടാകുന്ന വാക്കുകൾ അത് ഞാനാണ്. അത് ഏതൊക്കെയാണെന്ന് പറയും. ഇപ്പം അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് കൈകാലുകൾ ദ്വന്ദ്വസമാസമാണ്. കൈകാലുകൾ എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വസം. അപ്പോൾ കൈക്കും കാലിനും ഒരേ പ്രാധാന്യമാണ്. അതേപോലെ മാതാപിതാക്കൾ ദ്വന്ദ്വസമാസമാണ്. 2നും ഒരേ പ്രാധാന്യമാണ്. അതിലൊന്നുകൂടെ പറയുന്നുണ്ട് രാമകൃഷ്ണൻ. ഇതും അതിനകത്ത് അർത്ഥമായിട്ട് പറയുന്നതാണ്. മൃദാനന്ദ സ്വാമികളാണ് ഇതിൻ്റെ മൃദാനന്ദ സ്വാമികൾ വിവരിച്ച ഒരു ഗീതയുടെ ഭാഗമായിട്ട് വന്നത്. അതുകൊണ്ടാണ് രാമകൃഷ്ണൻ. 2നും ഒരേ പ്രാധാന്യമാണ് രാമകൃഷ്ണൻ. അപ്പോൾ അതാണ് സമാസങ്ങളിൽ ഞാൻ ദ്വന്ദ്വമാണ് എന്ന് പറയും. അതുപോലെ അഹം ഏവ ഞാൻ തന്നെ, ക്ഷയമില്ലാത്തത്, കാലോ കാലം, ധാത കർമ്മഫലധാതാവ് അതും ഞാൻ തന്നെ, വിശ്വതോമുഖ വിരാട് സ്വരൂപം അതും ഞാൻ തന്നെ. ഇതാണ് ഈ 10-ാം അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകം. ഈ 3 ശ്ലോകങ്ങൾ നമ്മൾ കാണാതെ പഠിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്, ശിവാനന്ദ സ്വാമികൾ പറയും. അത് ബ്രഹ്മചാരികളോടുള്ള കാര്യം. ഇത് 3ഉം കാണാതെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായി ഈ വേറിട്ട് നിൽക്കുന്ന ചിന്തകളെല്ലാം കൂടെ ഒന്നിക്കാൻ തുടങ്ങും. നമ്മൾ പൂർണ്ണമായി ഇത് ആവർത്തിച്ച് ഇത് മനനം ചെയ്തുകൊണ്ട് വരുമ്പോൾ പിന്നീട് നമുക്കിതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഈ നേരത്തെ ശിവാനന്ദ സ്വാമികളൊരു സൊല്യൂഷൻ പറഞ്ഞു എങ്ങനെ ഈശ്വരനെ ആരാധിക്കാമെന്ന്. 5-6 രീതിയിൽ നമ്മൾ നേരത്തെ അത് ചർച്ച ചെയ്താണ്. ഒരു രൂപത്തെ എങ്ങനെ ധ്യാനിക്കുക, അല്ലെങ്കിൽ അവതാര ലീലകളെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സ്വീകരിക്കാനും, ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാനും, ഒന്നുകിൽ ലീലകൾ, അല്ലെങ്കിൽ രൂപത്തെ, അതല്ലെങ്കിൽ പ്രതീകങ്ങളെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഓരോ ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്കിതെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്ന് ഒരേ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്കിത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ഈ 3 ഗീതാശ്ലോകം കാണാതെ പഠിച്ചാണ്. ഇത് ശിവാനന്ദ സ്വാമികൾ കൊടുത്ത വാക്കാണ്. ഈ 3 ഗീതാശ്ലോകം പഠിച്ചാൽ എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വരും. പിന്നെ നമുക്ക് ഒരിക്കലും പിന്നെ സംശയം ഉണ്ടാകുന്നില്ല. ആരോടും പിന്നെ സംശയം ചോദിക്കണ്ട. ശിവാനന്ദ സ്വാമികൾ ഈ 3 ശ്ലോകം പഠിച്ച് അതിൻ്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോടും സംശയം ചോദിക്കണ്ട. ഇത് മനഃപ്പാഠമാക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. മനഃപ്പാഠമാക്കിയില്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും. മനഃപ്പാഠമാക്കാത്തതെല്ലാം വിട്ടുപോകും. അപ്പം മനഃപ്പാഠം തന്നെ ആക്കണമെന്ന്. അപ്പം ഏത് സമയത്തും ഇത് മനഃപ്പാഠമായതുകൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും ഏതൊരു വിഭൂതി കണ്ടാലും ഏതൊരു പ്രതീകം കണ്ടാലും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഒന്നുകിലെയോ 10-ാമത്തെ വരും, അല്ലെങ്കിൽ 11-ാമത്തെ ശ്ലോകം വരും, അല്ലെങ്കിൽ ഈ 10-ാം അധ്യായത്തിലെ 35-ാമത്തെ ശ്ലോകം കടന്നു വരും. അപ്പോൾ നമുക്ക് സംശയമില്ല, നമുക്കൊരു സമാധാനമായി. നമ്മൾ എങ്ങനെയാണ് ഭഗവാനിലേക്ക് നമ്മുടെ ആ അർപ്പണം എങ്ങനെയായിരുന്നു എന്നുള്ളതിന് പിന്നെ സംശയമില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഈ 3 ശ്ലോകം കൃത്യമായി, ഈ ഭഗവത്ഗീതയിലെ ഈ 3 ശ്ലോകങ്ങൾ കൃത്യമായി പഠിക്കണം എന്ന് ശിവാനന്ദ സ്വാമികൾ പറഞ്ഞത്. ഏതാണ്ട് നമ്മുടെ സമയം അതിക്രമിച്ചു എന്ന് തോന്നുന്നല്ലേ. നമ്മുടെ സന്തോഷം എഴുന്നേറ്റു. സന്തോഷിൻ്റെ സമയമാണ് ഇനിയുള്ളത്. അപ്പോൾ ഏതായാലും അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ദയവായി എല്ലാവരും ആ 3 ശ്ലോകം കാണാതെ പഠിക്കുകയും അത് ഉരുവിടുകയും ചെയ്യുക. അത് എപ്പോഴും മനസ്സിലിങ്ങനെ ഉണ്ടായിരിക്കുക ശ്രമിച്ചാൽ നോക്കാം. നമുക്ക് ശിവാനന്ദ സ്വാമികൾ പറഞ്ഞതല്ലേ, നമുക്കൊക്കെ ഒരു മോക്ഷം കിട്ടിയാലേ പറ്റുള്ളൂ, അല്ല ഇങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ.
അപ്പോൾ ആ മോക്ഷത്തിലേക്ക് എത്താൻ ശിവാനന്ദ സ്വാമികളെപ്പോലുള്ള വലിയൊരു മഹാനുഭാവൻ്റെ അനുഗ്രഹം കൂടെ നമുക്ക് ഈ സത്സംഗത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.